ഓക്കെ. സോ എഫ് എമ്മിന്റെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സ്റ്റഡി ഹബ്ബ് വായിക്കാറുണ്ടല്ലോ അല്ലെ? ഐ ഹോപ്പ് സ്റ്റഡി ഹബ്ബ് എല്ലാവരും വായിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ. സ്റ്റഡി ഹബ്ബിലെ 3-ാം ചാപ്റ്റർ തൊട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം സ്റ്റാർട്ടിങ് വിത്ത് ROC എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഓർമ്മയുണ്ടോ? ROCയുടെ ഫോർമുല ഇതൊന്നും എക്സാമിന് തരത്തില്ല കേട്ടോ മക്കളെ. എന്താണെങ്കിലും പഠിക്കണേ. ഫോർമുല ഷീറ്റിൽ ഉണ്ടാവില്ല. എന്താണ് ROCയുടെ ഫോർമുല? വിച്ച് ഈസ് PBIT ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ. ഇൻ കേസ് ഇവിടെ PBIT തന്നിട്ടില്ല, സോറി, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല സ്ക്രാപ്പ് വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ. പിന്നെ പറയുന്ന ROCയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാം. പെട്ടെന്ന് ഒരു റിവിഷൻ പോലെ പറയുന്നതാണ്. ഓക്കെ. ഒന്ന്, PBIT എന്ന് പറയുന്നത് ഓൾറെഡി റെഡിലി അവൈലബിൾ ഇൻഫർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ P&L ബാക്കി കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ഒരു എന്ത് ചെയ്യേണ്ട കാൽക്കുലേഷന്റെ ആവശ്യമില്ല. ഇത് സിമ്പിൾ ടു കാൽക്കുലേറ്റ്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇതാണ് പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ക്യാഷ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രോഫിറ്റ് അങ്ങനെയാണോ? പ്രോഫിറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ? എനിക്ക് ചാറ്റ് ബോക്സിൽ പെട്ടെന്നൊന്ന് റിപ്ലൈ തരാമോ പ്ലീസ്? പ്രോഫിറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. യെസ്, പ്രോഫിറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യാം. ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യാൻ പറ്റില്ല? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് മൂവിങ് ഓൺ ടു ഡിഫറെന്റ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് റിലേറ്റീവ് മെഷർ. ഇതൊരു റിലേറ്റീവ് മെഷർ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ROC എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് മെഷർ ആണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കമ്പനിയുടെ ROC ഞാൻ പറയുകയാണ് 10% ആണ്. ഓക്കെ. പക്ഷെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എന്റെ മുൻപിലുള്ള ഞാൻ അപ്രൈസ് ചെയ്യുന്ന പ്രൊജക്ടിന് ഇറ്റ് വാസ് 8%. ഞാൻ ആ പ്രൊജക്ട് അപ്രൈസ് ചെയ്യുമല്ലോ, സോറി, ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യുമല്ലോ? പ്രൊജക്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യൂ? പ്രൊജക്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യും? ഒരിക്കലും ചെയ്യില്ല. യെസ്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പേജ്. പേ ബാക്ക് പീരീഡിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. പ്ലീസ് പെട്ടെന്ന്. സ്ക്രീൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല അല്ലെ? അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പേ ബാക്കിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. പേ ബാക്ക് എന്താണ്? സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. എന്താ പേ ബാക്ക് എന്ന് പറഞ്ഞാൽ? എന്താ പേ ബാക്ക് എന്ന് പറഞ്ഞാൽ? അതിന്റെ മീനിങ് എന്താ? ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്, എത്ര ടൈം കൊണ്ട് എനിക്ക് അത് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് അല്ലെ? ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് നടത്തിയ, ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ ഒരു ലക്ഷം രൂപ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 റുപ്പീസ് വെച്ച് എല്ലാ ഇയറിലും റിട്ടേൺസ് കിട്ടുമെങ്കിൽ അത് എത്ര ഇയർ എടുക്കും? 10 വർഷം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക അല്ലെ? അപ്പൊ പേ ബാക്ക് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ അത്രേ ഉള്ളൂ. ഞാൻ ഇട്ട പൈസ എനിക്ക് എത്ര ദിവസം കൊണ്ട് തിരിച്ചു കിട്ടുന്നുള്ളത്. അതിന്റെ കാൽക്കുലേഷൻസും ഇതാണ് എനിക്ക് തോന്നുന്നത് FM ഏറ്റവും ഈസിയസ്റ്റ് ടോപ്പിക് അല്ലെ? പേ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്. പേ ബാക്ക് ചോദിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആണോ അതോ നോർമൽ പേ ബാക്ക് ആണോ അവർ ചോദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഓപ്ഷൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാവുള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. പേ ബാക്കിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എന്താണ് പേ ബാക്കിന്റെ ഡിസഡ്വാൻറ്റേജസ്? സെക്ഷൻ ഒക്കെ തിയറി ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ്. പേ ബാക്കിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നോർമൽ പേ ബാക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യത്തില്ല അല്ലെ? ബാക്കിയോ? അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പേ ബാക്ക് അപ് ടു ദ പേ ബാക്ക് പീരീഡ് മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ? ക്യാഷ് ഫ്ലോസിനെ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ അങ്ങോട്ട് ക്യാഷ് ഫ്ലോസിനെ കൺസിഡർ ചെയ്യോ? ഇല്ല. ഈ ചില പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും, അതായത് ഇനീഷ്യൽ ഇയേഴ്സിൽ ഭയങ്കര ലിറ്റിൽ ആയിട്ട് ഭയങ്കര ചെറിയ റിട്ടേൺസ് മാത്രം തരും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് റിട്ടേൺസ് വരുന്ന പ്രൊജക്ട്സ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പം അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ആര് കൺസിഡർ ചെയ്യില്ല? പേ ബാക്ക് പ്രകാരം നമുക്ക് എന്തായിരിക്കും? ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ. അതാണ് പേ ബാക്കിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ സേഫ് പ്ലേ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, സേഫ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ഏറ്റവും നല്ലത്? പേ ബാക്ക് ആണ് അല്ലെ? കാരണം ഇട്ട പൈസ എത്ര സ്പീഡിൽ എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം ഇതിന്റെ ഡിസിഷൻ റൂൾ എന്താണ്? ഇഫ് പേ ബാക്ക് പീരീഡ് ഈസ് ലോവർ ദാൻ ദ ടാർഗറ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. ഓക്കെ. ഓൾ ഗുഡ്. മൂവിങ് ഓൺ ടു ഇത് ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ പറയുന്നത്. മെത്തേഡ്സ് പറയുകയാണെങ്കിൽ അടുത്ത ഡിസ്കൗണ്ടഡ് പേ ബാക്ക്, ബാക്കി NPV, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് NPVയിലോട്ടൊക്കെ പോവാം. ഓക്കെ. നമുക്ക് രണ്ട് ടൈപ്പാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. വൺ ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് അതർ വൺ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ? എക്സ്ക്യൂസ് മീ. യെസ്, താങ്ക് യു. സോ രണ്ട് ടൈപ്പ് ഇൻട്രസ്റ്റ് ആണുള്ളത് നമുക്ക്, വിച്ച് ഈസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് അല്ലെ? ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അറിയാമല്ലോ അല്ലെ? പ്രത്യേകിച്ച് കോമ്പൗണ്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ +1 +2 മുതലേ പഠിക്കുന്ന ഫോർമുല തന്നെയാണ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മൾ ഇൻട്രസ്റ്റ് ഒരു ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരും. അതായിരിക്കും പിന്നീട് എന്താ ഇട്ട് വരിക? പ്രിൻസിപ്പൾ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസറിലെ ഏറ്റവും മേജർ കൺസെപ്റ്റ് ആണ് എന്ത്? ഈ പറഞ്ഞ കോമ്പൗണ്ടിങ് ആൻഡ് അതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം.
അല്ലെ? ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, EAIR, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓർമ്മയുണ്ടോ എന്താ സാധനം എന്ന്? കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? അല്ലെ? 1+R = 1+R ഓൾവേസ് ടു N. ഇതിനകത്ത് നമ്മളോട് EAIR, എക്സാമിന് EAIR കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഏതായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ R ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്മോൾ ലെറ്റർ ആറിൽ, അതായത് ക്വസ്റ്റ്യൻ തരുന്ന സമയത്തെ വാല്യൂസ് എങ്ങോട്ടായിരിക്കും ഇടേണ്ടത്? സ്മോൾ ലെറ്റർ ആറിലോട്ടായിരിക്കും ഇടേണ്ടത്. ആൻഡ് N സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ എ ഇയർ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാണ് ഈ മേജർലി നമ്മൾ ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് കാർഡ്സിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യാം, അല്ലെ? ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ നമ്മൾ ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളോട് പറയുന്നത് എന്താണ്? 2% ആയിരിക്കും ഇൻട്രസ്റ്റ്, 3% ആയിരിക്കും ഇൻട്രസ്റ്റ് എന്നാണ്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? മന്ത്ലി റേറ്റ് ആണ്. ആനുവലി അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു 26-27% ഒക്കെ വരും. ഓക്കെ, എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിനെ നമ്മൾ ആനുവലൈസ് ചെയ്ത് ഈ വർഷം എനിക്ക് വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഇതായിരിക്കും എന്ന് പറയാണ്. ഓക്കെ, എഫക്റ്റീവ് ആയിട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. മൂവിങ് ഓൺ ടു ടൈം വാല്യൂ ഓഫ് മണി. അടുത്ത സംഭവം ടൈം വാല്യൂ ഓഫ് മണി. എന്തുകൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി സംഭവിക്കുന്നതെന്ന് പറയുന്നതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ്. വൺ ഈസ് ലിക്വിഡിറ്റി പ്രിഫറൻസ്, സെക്കൻഡ് വൺ ഈസ് റിസ്ക്, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻഫ്ലേഷൻ. അറിയാമല്ലോ അല്ലെ? അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നമ്മുടെ ഏറ്റവും അടിപൊളി ടോപ്പിക്, NPV എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ. ഇതാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെ? എത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ വന്നാലും NPV-യുടെ തട്ട് താണു തന്നെ ഇരിക്കും, അല്ലെ? ഇപ്പം NPV എന്താണ്? സുപ്പീരിയർ മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സുപ്പീരിയർ? കാരണം ഇത് ലിറ്ററലി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എത്ര വെച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, വേറെ ഒരു മെത്തേഡ് നമുക്ക് അങ്ങനെ പറഞ്ഞു തരുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ഒരു ഷെയർ ഹോൾഡർ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ടു മാക്സിമൈസ് അവർ വെൽത്ത്, അല്ലെ? അപ്പം ആ വെൽത്ത് മാക്സിമൈസേഷന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് NPV എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അബ്സല്യൂട്ട് മെഷർ ഓഫ് വാല്യൂ ക്രിയേഷൻ. എത്ര രൂപ വെച്ച് എന്റെ വെൽത്ത് ആഡ് ചെയ്യും എന്ന് പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ ആണ്. പിന്നെ ഇതിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യാഷ് ലോസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? ക്യാഷ് ലോസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, പ്രോഫിറ്റ്സ് ആണോ? അല്ല. ഈ ക്യാഷ് ലോസ് കൺസിഡർ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സിനും നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? ഇറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ്, അല്ലെ? നമ്മൾ ക്യാഷ് ലോസ് ആണ് യൂസ് ചെയ്യുന്നത്, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ്സ് പോലെയല്ല. അക്കൗണ്ടിംഗ് മാനേജേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ക്യാഷ് വന്നോ ക്യാഷ് പോയോ, അത് ലിറ്ററലി അത് ആ ഫിസിക്കൽ ഹാപ്പനിങ് അവിടെ നടക്കുന്നുണ്ട്, അല്ലെ? പിന്നെ പറയുന്നത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ടു മാനേജേഴ്സ്, അല്ലെ? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പണിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയാണോ? അല്ല. കാരണം നമ്മൾ ആരാണ്? നമ്മൾ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ആണ്, അല്ലെ? നമ്മൾ ഈ പറയുന്ന FM എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പറയാൻ വെക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. FM എക്സാമിന്റെ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ വി ഷുഡ് തിങ്ക് ലൈക്ക് ഫിനാൻഷ്യൽ മാനേജേഴ്സ്, അല്ലെ? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ മെന്റാലിറ്റി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോ മോർ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കല്, ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ആ സംശയം വരുന്ന ഒരു സ്റ്റുഡന്റിനെ പോലെ ചിന്തിക്കല്. വി ഷുഡ് ബി സ്പീക്കിംഗ് ലൈക്ക് എന്താണ്? കോൺഫിഡന്റ് ആയിട്ടുള്ള ഫിനാൻസ് മാനേജേഴ്സ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ നമ്മളെ തന്നെ കാണാം. ഓക്കെ, പിന്നെ പറയുന്ന ഒരു സാധനം, NPV-യുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് പറയണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ആ ഡിസ്കൗണ്ട് ഫാക്ടറിങ് ഇല്ലേ, ഡിസ്കൗണ്ട് ചെയ്യുന്ന ആ ഫാക്ടറി ഇല്ലേ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാളെയൊക്കെ പഠിക്കും, നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് പഠിക്കും, അല്ലേ? അപ്പം അത് കണ്ടുപിടിക്കാൻ പാടാണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഫെയർ ആയിട്ട് ആ ഒരു പോയിന്റിലോട്ട് എത്താൻ പാടാണെന്നാണ് പറയുന്നത്. ഓക്കെ, NPV എപ്പോഴാണ്? പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. പിന്നെ പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? എന്താ? എന്റെ പ്രൊജക്ടിന്റെ റിട്ടേൺ പെർസെന്റേജ് തന്നെയാണ് എന്ത്? IRR എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതിന്റെ ലോജിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വഴിക്ക് നമ്മൾ എന്ത് പറയും? IRR ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് NPV ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയാം. ഓർമ്മയുണ്ടല്ലോ അല്ലെ അതൊക്കെ? ഓക്കെ, ഇതൊക്കെ എഴുതി വെക്കണേ. സെക്ഷൻ നേരെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. പിന്നെ ഇതും ക്യാഷ് ഫ്ലോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ROC പോലെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഏകദേശം. പക്ഷേ ROC എന്താണ്? പ്രോഫിറ്റ്സ് വെച്ചാണ്. IRR എന്താണ്? ക്യാഷ് ഫ്ലോ വെച്ചാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത് എക്സലിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ അല്ലെ? എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എടുക്കുക, ഈക്വൽ ടു IRR എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ, നിങ്ങൾ ആ ക്യാഷ് ഫ്ലോസ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ്, ഡൺ, പരിപാടി കഴിഞ്ഞു, അല്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IRR-ന്റെ ഫോർമുല എക്സാമിന് നമുക്ക് തരുമോ? നമുക്ക് തരില്ല. ഇനി തന്നാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അത്രത്തോളം ചെയ്ത് ഇതെല്ലാം പച്ചവെള്ളം പോലെ ആവേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ചെയ്യണം. ആൻഡ് എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് സുപ്പീരിയർ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അടുത്തൊരു ടോപ്പിക്ക് പറയാനാണെങ്കിൽ
ടൈം വാല്യൂ കൺസിഡർ ചെയ്യും, ഹോൾ വാല്യൂ ഓഫ് ദ പ്രൊജക്ട് കൺസിഡർ ചെയ്യും, പിന്നെ എന്താ പറയുന്നത് ടൈമിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എക്സെട്ര കാര്യങ്ങളാണ്. പിന്നെ മാനേജേഴ്സ് DCF ടെക്നിക്സ്, ഇതൊക്കെ C സെക്ഷൻ പോയിന്റ്സ് എഴുതാൻ വേണ്ടി പറയുന്ന പോയിന്റ്സ് ആണ്. DCF ടെക്നിക്സ് ചില മാനേജേഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൈ? ബിക്കോസ് അത് പൊട്ടൻഷ്യലി കോംപ്ലക്സ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഓൾറെഡി അവർക്ക് ഒരുപാട് ബിസിനസ്സും അതിന്റെ കാര്യങ്ങളും നടത്താനുണ്ടായിരിക്കും അല്ലെ. അപ്പം ഇതിന്റെ ഇടയ്ക്ക് പുതിയൊരു പ്രൊജക്ട് അപ്രൈസൽ ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ പറയുന്ന പോലെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക, എന്താ പറയുന്ന പല പല ഇത് നടത്തുക, ഇതെല്ലാം ഭയങ്കര പാടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ടു നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സ്. പിന്നെ നോൺ ഫിനാൻഷ്യൽ മാനേജേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പണിയാണ്. കോംപ്ലക്സ് ടു ഫൈൻഡ് ദ ഡിസ്കൗണ്ട് റേറ്റ്. എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡിസ്കൗണ്ട് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പാടാണ്. ആൻഡ് ലിറ്റിൽ കണക്ഷൻ ടു റിപ്പോർട്ടഡ് പെർഫോമൻസ് ആൻഡ് ബോണസ് സിസ്റ്റം. നമ്മൾ നമ്മുടെ കമ്പനിയിൽ എല്ലാ മാനേജേഴ്സിനും നമ്മൾ പെർഫോമൻസ് റിലേറ്റഡ് പേയ്മെന്റ് ആണ് വെക്കുക അല്ലെ. നിങ്ങളുടെ പ്രോഫിറ്റ്സ് ഇത്രയും ഇൻക്രീസ് ചെയ്താൽ അടിപൊളി. ഒരിക്കലും NPV പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് തരാം എന്ന് പറയുന്ന കമ്പനീസ് പ്രാക്ടിക്കലി കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജേഴ്സിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ദേ വിൽ ബി മോർ ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ് റിലേറ്റഡ് മെഷേഴ്സ്. ഓക്കെ, പിന്നെ പെർപെച്യൂറ്റി ആനുറ്റി അറിയാവല്ലോ അല്ലെ, ഫോർമുലാസ് അല്ലെ. ഈസി സാധനങ്ങളാണ്, വളരെ ഈസി ആയിട്ടുള്ള സാധനങ്ങളാണ്. വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് വരിക. ഇതിൽ അഡ്വാൻസ്ഡ് പെർപെച്യൂറ്റി, അഡ്വാൻസ്ഡ് ആനുറ്റി, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പല ആൾക്കാർക്കും പല മെത്തേഡ്സും ഉണ്ടായിരിക്കാം. ഓക്കെ, പല മെത്തേഡ് ആൻഡ് എവറി മെത്തേഡ് ഈസ് റൈറ്റ് അല്ലെ. നമുക്കൊരു 3-4 മെത്തേഡ്സ് ഉണ്ട്, ഒരു 3 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് ഓൾമോസ്റ്റ്. അതെല്ലാം അറിയാമല്ലോ അല്ലെ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഡിലേഡ് ആനുറ്റി വന്നാൽ എങ്ങനെയാണ്, അഡ്വാൻസ്ഡ് ആനുറ്റി വന്നാൽ എങ്ങനെയാണ്, ഡിലേഡ് പെർപെച്യൂറ്റി, അഡ്വാൻസ്ഡ് പെർപെച്യൂറ്റി, ഇത്രയും കേസസേ ഉള്ളൂ ആകെ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ്. NPV കാൽക്കുലേഷനിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. വൺ ഈസ് ഇൻഫ്ലേഷൻ, ദി അതർ വൺ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ, ദി അതർ വൺ ഈസ് ടാക്സേഷൻ അല്ലെ. അപ്പം ഇതിൽ നമുക്കൊരു NPV കിട്ടിക്കഴിഞ്ഞാൽ ഹലോ, ഞാൻ ഓഡിബിൾ ആണ്. എനിക്ക് ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് റിപ്ലൈ തരാമോ പ്ലീസ്? യെസ്, കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടിപൊളി. യെസ്, താങ്ക് യു. സോ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. നമ്മൾ NPV കാൽക്കുലേഷനിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു സാധനമാണ്. ഈസി മാർക്സ് ആണ്. NPV ഒക്കെ ക്വസ്റ്റ്യന് വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലെ. അത്രയും ഈസി സാധനങ്ങളാണ് എന്ത്, ടാക്സിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് തിങ് ഈസ് എഴുതി വെച്ചു. ഫസ്റ്റ് തിങ് ഈസ് എന്താ പറയുന്നത്, അത് അറിയേഴ്സിലാണോ അതോ ആ വർഷം തന്നെയാണോ നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടത്, അതായത് ടാക്സ് പേയ്മെന്റ് ദ സെയിം ഇയർ ആണോ ഓർ അറിയേഴ്സ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ ഈസ് നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മൾ പുതിയൊരു മെഷീനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും, അതിന് ടാക്സ് സേവിങ്സ് ഉണ്ടായിരിക്കും. അതിന്റെ കാൽക്കുലേഷൻ അല്ലെ, അതിന്റെ കാൽക്കുലേഷൻ എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. ഇവര് FM-ന്റെ ഒക്കെ മാർക്കിംഗ് സ്കീമിൽ അവർ എപ്പോഴും പറയുന്ന സാധനമാണ് വർക്കിംഗ് ഷുഡ് ബി ക്ലിയർ അല്ലെ. അത് ക്ലിയർ ആയിട്ട് ലേബിൾഡ് ആയിരിക്കണം. ഓരോന്നിനും പേര് വേണം. ജസ്റ്റ് ഏതെങ്കിലും സെല്ലിൽ കൊണ്ടേ കുറെ ഫിഗേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. മേ ബി യുവർ ആൻസർ ഈസ് റൈറ്റ്, പക്ഷേ എക്സാമിനർ അത് ആൻസർ നോക്കുന്ന എക്സാമിനറിന് എന്തറിയണം, കൃത്യമായിട്ട് ലേബിൾ ചെയ്യണം. ഓക്കെ, ഇത് ടാക്സ്, ഇത് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ, അതിന്റെ ടാക്സ് സേവിങ് എത്രയും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അത് കാണാൻ പറ്റണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലേബിൾഡ്, ഇറ്റ് ഷുഡ് ബി ക്ലിയർലി സ്ട്രക്ചേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ടാക്സിന്റെ രണ്ടാമത്തെ സാധനം മീൻസ് അവിടെ എന്താണ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണെങ്കിലും ഒരു ടാക്സ് സേവിങ്സ് ഉണ്ട്. ടാക്സ് സേവിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ മനസ്സിലാക്കി വെക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, സ്ക്രാപ്പ് വാല്യൂ ആയിക്കോട്ടെ, ഇതിന്റെ മുകളിലൊന്നും നമ്മൾ ടാക്സ് അടയ്ക്കുമോ ഇല്ല. പറയുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, പക്ഷെ അതിന്റെ മുകളിൽ നമുക്ക് ടാക്സ് സേവിങ് കിട്ടുമോ ഇല്ല. ഓക്കെ, എല്ലാ ക്യാഷ് ഔട്ട്ഫ്ലോസിനും ടാക്സ് ഉണ്ടോ ഇല്ല, മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, അതേപോലെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലോ ആണ്, നമ്മൾ അതിന് മുകളിൽ ടാക്സ് കൊടുക്കണോ, ടാക്സ് പേയ്മെന്റ് ഉണ്ടോ ഇല്ല. ഓക്കെ, ടാക്സ് സേവിങ്സ് വരും എപ്പോൾ നമുക്ക് നഷ്ടമോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനോ ഒക്കെ വരുമ്പോൾ നമുക്ക് ടാക്സ് സേവിങ് വരും. സ്ക്രാപ്പ് വാല്യൂവിന്റെ മുകളിൽ ഇല്ല എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവില്ലേ. എന്താണെങ്കിലും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസറ്റ് വിറ്റിട്ട് നമ്മൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ അത് സെല്ല് ചെയ്തതെന്നൊക്കെ നോക്കും അല്ലെ. പ്രോഫിറ്റിലാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം, ലോസിലാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ടാക്സ് ഇൻഫ്ലോ കിട്ടുന്ന കാര്യമാണ് അല്ലെ. ടാക്സ് സേവിങ് ഉള്ള കാര്യമാണ് ഏത്, നമ്മുടെ അസറ്റ് ലോസിലാണ് വിൽക്കുന്നതെങ്കിൽ. പിന്നെ നമ്മുടെ ഒരു കീ അസംഷൻസ് ഉണ്ട്. ഒരു കീ ടാക്സ് റേറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണേ. ഓക്കെ, ടാക്സ് റേറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പിന്നെ സഫീഷ്യന്റ് ടാക്സബിൾ പ്രോഫിറ്റ്സ് ആർ അവൈലബിൾ ടു യൂസ് ഓൾ ടാക്സ് ഡിഡക്ഷൻസ് ഇൻ ഫുൾ. പോസ്റ്റ് ടാക്സ് വാക് ഷുഡ് ബി യൂസ്ഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മുടെ കാൽക്കുലേഷൻസിനെ യൂസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുക്കണം. ഓക്കെ,
പിന്നെ പറയുന്ന കാര്യം യെസ്, ഇൻഫ്ലേഷൻ ഇൻ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. ഞാനിപ്പോൾ ടാക്സേഷൻ ആണ് ആദ്യം പറഞ്ഞെങ്കിലും തെറ്റിയിരിക്കില്ലേ. നമ്മൾ ആദ്യം ഒരു ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷന്റെ ആണ്. ഓക്കെ, കാരണം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ടാക്സ് വരിക. അതുകൊണ്ട് മറക്കില്ല, ആദ്യം എന്ത് ചെയ്യുക, ഇൻഫ്ലേഷന്റെ എഫക്ട് വേണം കൊണ്ടുവരാൻ. ഫൈൻ. പിന്നെ നോമിനൽ റേറ്റ്സ് എന്ത് ചെയ്യണം, നോമിനൽ ക്യാഷ് ഫ്ലോസിന് നോമിനൽ റേറ്റ് യൂസ് ചെയ്യണം, റിയൽ ക്യാഷ് ഫ്ലോസിന് റിയൽ റേറ്റ് യൂസ് ചെയ്യണം. അറിയാമല്ലോ അല്ലെ, ഇൻഫ്ലേഷൻ ഉള്ള ക്യാഷ് ഫ്ലോസ് ആണ് എന്ത്, നോമിനൽ ക്യാഷ് ഫ്ലോസ്. അപ്പൊ നമ്മൾ എന്തേ യൂസ് ചെയ്യാവുള്ളൂ, നോമിനൽ റേറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇൻഫ്ലേഷൻ എഫക്റ്റും കൂടെ കൊണ്ടുവരണം. ഇനി അതല്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റിയൽ ക്യാഷ് ഫ്ലോസ്, പക്ഷെ അതിനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. റിയൽ ക്യാഷ് ഫ്ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിയൽ ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ചില സമയത്ത് നമുക്ക് എന്ത് തരും, റിയൽ റേറ്റ് തരും, ഇൻഫ്ലേഷന്റെ റേറ്റ് തരും. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നോമിനൽ റേറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണം, ഫിഷേഴ്സിന്റെ ഫോർമുല ഓർമ്മയുണ്ടല്ലോ അല്ലെ, ഓർമ്മയുണ്ടോ ഫിഷേഴ്സിന്റെ ഫോർമുല? എനിക്ക് ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ പ്ലീസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് റിയൽ റേറ്റും ഇൻഫ്ലേഷന്റെ റേറ്റും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നോമിനൽ റേറ്റിലോട്ട് എത്താം, എങ്ങനെ? യെസ് ഓർണോ, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് ഫോർമുല ഒന്ന് പറഞ്ഞുതരാമോ പ്ലീസ്? യെസ്, അടിപൊളി അടിപൊളി. അലീന ജോൺ, യെസ്, അടിപൊളി. 1+m ഈസിക്കൽ ടു 1+r ഇൻറ്റു 1+h അല്ലെങ്കിൽ 1+i എന്നൊക്കെ പറയും. ഓക്കെ, ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. മൂവിങ് ഓൺ ടു അടുത്ത സാധനം, നമ്മുടെ മെയിൻ ഐറ്റം, വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് പറഞ്ഞത്, NPV കാൽക്കുലേഷനിലാണ് ഇതെല്ലാം നമുക്ക് വരിക. വൺ ഈസ് ഏതാണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, ഒരു NPV വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇൻഫ്ലേഷന്റെ എഫക്ട് കൊണ്ടുവരണം. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സിന്റെ എഫക്ട്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, മൂന്നാമത്തെ സംഭവമാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ്. പഠിച്ചു വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. സോറി, യെസ്, പഠിച്ചു വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിന് നമുക്ക് ടാക്സ് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? ഒരു രീതിയിലുള്ള ടാക്സ് അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യവും ഇല്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നമ്മൾ ഇനീഷ്യലി T0 അല്ലെ, അതായത് ഇപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇടുന്നോ അത് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ വർഷവും നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇടേണ്ടി വന്നേക്കാം. പക്ഷെ വാട്ട് എവർ ഹാപ്പൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോജക്ട് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ പൈസയും നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, ഇതിന് ഒരു രീതിയിലുള്ള ടാക്സിന്റെ എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ സെയിൽസിന്റെ ഒക്കെ 10% ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് വെക്കേണ്ടത് എന്നൊക്കെ അവർ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ, സെയിൽസ് എന്ത് അനുസരിച്ച് മാറും, ഇൻഫ്ലേഷൻ അനുസരിച്ച് സെയിൽസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. ഇൻഫ്ലേഷൻ അനുസരിച്ച് സെയിൽസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആൻഡ് ആ സെയിൽസിന്റെ 10% വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ കാര്യം വിട്ടുപോലെ. സോറി, യെസ്. മൂവിങ് ഓൺ ടു അടുത്തൊരു ടോപ്പിക്, അതോടെ NPV എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഓൾമോസ്റ്റ് അവിടെ തീർന്നു അല്ലെ. ഇൻഫ്ലേഷനായി, വർക്കിംഗ് ക്യാപിറ്റലായി, ടാക്സേഷനായി, ഈ 3 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. മിക്കവാറും 12 മാർക്ക് ക്വസ്റ്റ്യൻസിന് ലാസ്റ്റ് സെക്ഷൻ C ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതായിരിക്കും, NPV ആയിരിക്കും മിക്കവാറും എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ വരാൻ പ്രാർത്ഥിച്ചുകൊള്ളുക, കാരണം ഏറ്റവും ഈസിയാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻസും ഇല്ല. നമുക്ക് ഈ FR നമ്മൾ എങ്ങനെയാണോ കൺസോളിഡേഷൻ കാര്യങ്ങളെല്ലാം സ്ട്രക്ചർ ചെയ്ത് എഴുതുന്നത്, അതേപോലെ തന്നെ സ്ട്രക്ചർ ചെയ്ത് എഴുതാൻ പറ്റുന്ന, അടിപൊളിയായിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലെ. പിന്നെ മൂവിങ് ഓൺ ടു ക്യാപിറ്റൽ റേഷനിങ്. എന്താ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ, എന്താ ക്യാപിറ്റൽ റേഷനിങ് ഓർമ്മയുണ്ടോ? അതായത് ഏതെങ്കിലും രീതിയിൽ എന്തുണ്ടാവില്ല, നമ്മുടെ കയ്യിൽ പുതിയ ബിസിനസ്സിന് ഫണ്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടാവില്ല. അത് 2 ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. വൺ ഈസ് ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് ആൻഡ് അതർ വൺ ഈസ് സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് അല്ലെ. ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് എന്തായിരുന്നു പറയുന്നത്, ഓർമ്മയുണ്ടോ? ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് എന്താ, എക്സ്റ്റേണൽ എന്റിറ്റീസിന്റെ കയ്യിൽ എന്തുണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല. ഓക്കെ, സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് എന്താ പറയുന്നത്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഒരു പുതിയൊരു ബിസിനസ്സിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് എന്ത്, സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ്. അപ്പം ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ്ങോ എക്സ്റ്റേണൽ എന്റിറ്റീസിന്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതാണോ? അല്ല. മനസ്സിലാക്കി വെക്കുക, എന്റെ ബിസിനസിന്റെ കയ്യിൽ ഫണ്ടില്ല, ഞാൻ പുറത്തു പോയി ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് എന്താ പറയുന്നത്, എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ പുതിയൊരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. വൈ? ബിക്കോസ് എന്റെ എക്കണോമി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്, എന്റെ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, എന്റെ കയ്യിൽ എനിക്ക് ലിക്വിഡ് ആയിട്ട് തന്നെ ക്യാഷ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യും, സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് ചെയ്യും. ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് എപ്പോഴേ ചെയ്യുള്ളൂ, എന്റെ ബിസിനസ്സിൽ പൈസ ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് വരിക, ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ കമ്പനി പുറത്തോട്ട് പോകേണ്ടി വരിക. ദി ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് ഫിനാൻസ് അവൈലബിൾ. എക്സ്റ്റേണൽ കോൺസ്റ്റന്റ് ആണ്. സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി സെറ്റ്സ് ഇന്റേണൽ ലിമിറ്റ്സ് ഓൺ ഫിനാൻസ് അവൈലബിൾ. ഇവിടെയാണ് ഇന്റേണൽ ലിമിറ്റ് വെക്കുന്നത്.
ഓക്കെ. ഹാർഡ് ക്യാപിറ്റലൈസേഷൻ എന്താണ്? നമ്മുടെ കമ്പനിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുറത്ത് പോയി ചോദിക്കേണ്ടി വരും. ആ പുറത്ത് പോയി ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നുണ്ടോ? ഒരിക്കലും കിട്ടിക്കൊള്ളണം എന്നും ഇല്ല. കാരണം ഇൻ ടൈംസ് ഓഫ് എക്കണോമിക് ക്രൈസിസ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സിംഗിൾ പീരീഡും ഉണ്ട്, മൾട്ടി പീരീഡും ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. മൾട്ടിപ്പിൾ പീരീഡ്സിലോട്ട്, അത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ മൾട്ടിപ്പിൾ പീരീഡ്സിലോട്ട് നമുക്ക് എന്താണ് ക്യാഷിന്റെ ഒരു ഫണ്ട് അവൈലബിലിറ്റി കുറവാണെങ്കിൽ എന്ത് വരും? അത് മൾട്ടിപ്പിൾ പീരീഡ് ക്യാപിറ്റലൈസേഷൻ ആണ്. അല്ലെങ്കിൽ അത് എന്താണ്? സിംഗിൾ പീരീഡ് ആണ് എന്നാണ് പറയുന്നത്. യെസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, റീസൺ ഫോർ ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ്. ഓക്കെ. എപ്പോഴൊക്കെയാണ് ബിസിനസ്സിന് ഫണ്ട് കിട്ടാതെ വരിക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ഹൈ ബിസിനസ് റിസ്ക്. ഇപ്പൊ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഫണ്ട് തരുമോ? ആരെങ്കിലും വിശ്വസിച്ച് എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. അത് കോമൺ സെൻസ് ആണ്, അല്ലെ? പിന്നെ പറയുന്നത് എന്താ? ഹൈ ഫിനാൻഷ്യൽ റിസ്ക്. ഇപ്പം എന്റെ കമ്പനി ഓൾറെഡി 100% ഗിയേർഡ് ആണ്, അല്ലെ? 100% ഡെപ്റ്റിലാണ്. പിന്നെയും ഞാൻ വീണ്ടും എന്ത് ചോദിക്കുവാണ്? ലോൺ ചോദിക്കുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ ബോറോവേഴ്സ് സ്വാഭാവികമായിട്ടും ഡൗട്ട് അടിക്കും. ഓക്കെ, ഈസ് ഹി ഏബിൾ ടു റീപേ ദ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഈസ് ഹി ഏബിൾ ടു റീപേ ദ ലോൺ? പുള്ളിക്ക് അത് തിരിച്ചു തരാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പോൾ വീണ്ടും എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് മടിക്കും. അവിടെ ഹാർഡ് ക്യാപിറ്റലൈസേഷനിങ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഹൈ കൺട്രി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക്. സേ ഫോർ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എന്താണ് ഭയങ്കരമായിട്ടുള്ള അരാജകത്വമാണ്, അവിടെ ഭയങ്കര അൺസർട്ടനിറ്റി ആണ്, ഭയങ്കര ഹൈ പൊളിറ്റിക്കൽ റിസ്ക് ആണ്. ഒരു പ്രധാനമന്ത്രി വരുന്നു, ആളെ ജനങ്ങൾ എടുത്ത് താഴെ. ഈയിടെ നേപ്പാളിലൊക്കെ സംഭവിച്ചില്ലേ? നേപ്പാളിലൊക്കെ ഈയിടെ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെ? പ്രൈം മിനിസ്റ്ററിന്റെ വസതിയൊക്കെ ആൾക്കാർ ജനരോഷം കൊണ്ട് എന്ത് ചെയ്യാണ്? കത്തിച്ചു കളയുകയാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പുതിയൊരു ബിസിനസ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിച്ച് നമുക്ക് പൈസ തരുമോ? ഇല്ല. കാരണം വൈ? ബിക്കോസ് ആ എക്കണോമി അങ്ങനെയാണ്, അല്ലെ? ആ മാർക്കറ്റ് അങ്ങനെയാണ്, ഭയങ്കര റിസ്കിയാണ്, ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. ആ സമയത്തും എന്ത് സംഭവിക്കാം? ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് സംഭവിച്ചേക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. നമുക്ക് ഒരു റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് SMEs ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. എപ്പോഴും മനസ്സിലാക്കണേ, ഈ SMEs ഫോക്കസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ. SMEs എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്? SMEs ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? SMEsന് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സോഴ്സസ് ഏതൊക്കെയാണ്? തുടങ്ങി പല പല കാര്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു ആൻസർ മനസ്സിലൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് FM എക്സാമിന് കയറാവുള്ളൂ. ഓക്കെ. ലാക്ക് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ, ഇൻസഫിഷ്യന്റ് ഇൻഡിപെൻഡന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനി. SMEsനെ പറ്റി ഒന്നും ആർക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഫണ്ട് ബോറോവേഴ്സ്, ഫണ്ട് ലെൻഡേഴ്സിന് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവർ ഫണ്ട് തരാൻ മടിക്കും, കാരണം ആ കമ്പനിയെ പറ്റി നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ. അതാണ് റീസൺസ് ഫോർ ഹാർഡ് ക്യാപിറ്റലൈസേഷൻ. ആൻഡ് മൂവിങ് ഓൺ ടു റീസൺസ് ഫോർ സോഫ്റ്റ് ക്യാപിറ്റലൈസേഷൻ. ഏതൊക്കെയാ? ഇപ്പം ഞാൻ പറയാണ്, ഓക്കെ, കമ്പനിക്ക് പതുക്കെ പതുക്കെ വളർന്നാൽ മതി, ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ട, അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും, അല്ലെ? എനിക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് മതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് വരും? സോഫ്റ്റ് ക്യാപിറ്റലൈസേഷനിങ് വരും. പിന്നെ എന്റെ ഇക്വിറ്റി വേറെ ആർക്കും ഡൈല്യൂട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരും? സോഫ്റ്റ് ക്യാപിറ്റലൈസേഷനിങ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ കടം എടുത്ത് കൂട്ടുന്നത് ഒഴിവാക്കാനും ഒക്കെ ഞാൻ എന്ത് ചെയ്യും? സോഫ്റ്റ് ക്യാപിറ്റലൈസേഷനിങ് യൂസ് ചെയ്യുന്ന. സോഫ്റ്റ് ക്യാപിറ്റലൈസേഷനിങ് എന്താ? കമ്പനിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, പക്ഷെ കമ്പനി എന്ത് ചെയ്യാണ്? ഇന്റേണലി ലിമിറ്റ് ചെയ്യാണ്. ഓക്കെ. പിന്നെ ഡിവിസിബിൾ പ്രോജക്ട്സ് വേഴ്സസ് ഇൻഡിവിസിബിൾ പ്രോജക്ട്സ്. എന്താ ഡിവിസിബിൾ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ? ഇപ്പം ഈ റേഷനിങ് ചെയ്യുന്ന സമയത്ത്, അതായത് എന്റെ കയ്യിൽ ആവശ്യത്തിന് ക്യാപിറ്റൽ ഇല്ല, പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് നല്ല പ്രൊജക്ട്സ് ഫ്രണ്ടിലുണ്ട്, ഒരുപാട് അടിപൊളി പ്രൊജക്ട്സ് ഫ്രണ്ടിലുണ്ട്. എനിക്ക് എല്ലാത്തിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ കൊതി വരും, പക്ഷെ എല്ലാത്തിലോട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പം ആ ഒരു കാര്യങ്ങൾ, അപ്പൊ ഏതൊക്കെ പ്രൊജക്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഡിവിസിബിൾ വേഴ്സസ് ഇൻഡിവിസിബിൾ പ്രോജക്ട്സ്. ഓക്കെ. എന്താ പറയുന്നത്? ഡിവിസിബിൾ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിസിബിൾ പ്രോജക്ട്, ഇപ്പം ഒരുപാട് NPV പോസിറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? എനിക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 2 പ്രൊജക്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നീട് മൂന്നാമത്തെ പ്രൊജക്ടിനെ, പിന്നീട് അങ്ങോട്ട് എൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ്, ഫണ്ട് ഇല്ല, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ പ്രൊജക്ടിന്റെ പകുതി പോർഷനിൽ 50% ഓഫ് തേർഡ് പ്രൊജക്റ്റും കൂടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെ? അങ്ങനെ ഒരു പ്രൊജക്ടിന്റെ പകുതിയായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20%, 30% ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിസിബിൾ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ആൻഡ് ഇൻഡിവിസിബിൾ പ്രോജക്ട്സ് ആണെങ്കിലോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 100% ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെ? അങ്ങനെ പറയുന്നതാണ് എന്ത്? ഇൻഡിവിസിബിൾ പ്രോജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഡിവിസിബിൾ പ്രോജക്ട്സ്, ഒരു ലിസ്റ്റ് ഓഫ് ഡിവിസിബിൾ പ്രോജക്ട്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിലെ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റിനെ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? വിൽ ബി യൂസിങ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ മിക്കവാറും റേഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ മൈൻഡിൽ എത്തി വെക്കേണ്ട ഒരു ഫോർമുലയാണ് ഇത്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം.
ഓക്കെ, എന്താ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്? NPV ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഞാൻ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാം? ആ റിട്ടേൺസ് കിട്ടും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എനിക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന പ്രോജക്റ്റ്, അല്ലെ? ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ഫസ്റ്റ് വന്ന പ്രോജക്റ്റിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് വിൽ ബി ജനറേറ്റിംഗ് മോർ റിട്ടേൺസ്, അല്ലെ? അപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രോജക്ട്സിന്റെയും കാണണം. എന്നിട്ട് ഏറ്റവും നമ്മുടെ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. കമ്മിങ് ടു ഇൻഡിവിസിബിൾ പ്രോജക്ട്സ്. ഇൻഡിവിസിബിൾ പ്രോജക്ട്സിന്റെ കാര്യത്തിലോ എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്? ഇൻഡിവിസിബിൾ പ്രോജക്ട്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്? നമുക്ക് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വി വിൽ ബി യൂസിങ് ട്രയൽ ആൻഡ് എറർ, അല്ലെ? നമ്മൾ 2 or 3 കോമ്പിനേഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ NPV വരുന്ന പ്രോജക്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ എടുക്കുക. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെ ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ട്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രൊജക്ട്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. മൂവിങ് ഓൺ ടു EAC അല്ലെങ്കിൽ ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ഏത് പോയിന്റിലായിരിക്കും നമുക്ക് EAC യൂസ് ചെയ്യേണ്ടി വരിക? ഇക്വലന്റ് ആനുവൽ കോസ്റ്റ്. ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് ഏത് പോയിന്റില, എന്തിനാണ് ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക? അതായത് നമ്മുടെ മുമ്പിൽ കുറെ ടൈപ്പ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏത് അസറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ? ഓക്കെ, ഏത് അസറ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, എനിക്ക് ഇതൊരു ബിസിനസ് സിനാരിയോ അല്ല, അത് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറയുന്നത്. എനിക്ക് എന്ത് വേണം? എന്റെ മുമ്പിൽ കുറെ ഷർട്ട്സ് ഉണ്ട്, ഷർട്ട്സിന്റെ ബ്രാൻഡ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? ലൂയിസ് ഫിലിപ്പി അല്ലെങ്കിൽ അലൻസോളി അല്ലെങ്കിൽ വാൻ ഹ്യൂസൺ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രാൻഡഡ് ഷർട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് താഴ്ന്ന ഷർട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ബ്രാൻഡ് അല്ലാത്ത ഷർട്ട്സിന്റെ പ്രത്യേകത എന്താ? കോസ്റ്റ് കുറവായിരിക്കും, പക്ഷെ എന്താണ്? ലൈഫും കുറവായിരിക്കും. മറ്റിടത്ത് കോസ്റ്റ് കൂടും, പക്ഷെ എന്താണ്? ലൈഫും കൂടും. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് ടൈപ്പ് ഓഫ് ഷർട്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ പറയുന്ന 2 ടൈപ്പ് ഓഫ് ഷർട്ട് വെച്ച് നോക്കിയിട്ട് ഞാൻ എന്ത് കമ്പയർ ചെയ്യും? അതിൽ ഓരോ വർഷം എഫക്റ്റീവ്ലി ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഏതിനാണ് വരുന്നത് എന്ന് നോക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു വർഷം ഞാൻ നെറ്റ് എഫക്റ്റീവ്ലി ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ഏതിനാണ് വരുന്നത് നോക്കും. കോസ്റ്റ് കൂടുതലുള്ള ആസറ്റ് നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, അല്ലെ? കോസ്റ്റ് കുറവുള്ള ആസറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? കോസ്റ്റ് കുറവ് എഫക്റ്റീവ്ലി ഒരു വർഷം യൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറവുള്ള ഷർട്ട് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം പറയുകയാണെങ്കിൽ കോസ്റ്റ് കുറവുള്ള ഷർട്ട് ആയിരിക്കും യൂസ് ചെയ്യാം. ഇപ്പൊ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെന്റ് ഡ്യൂറേഷൻസ് വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഷർട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, അല്ലെ? ഒന്ന് കുറെ അതിന്റെ ലൈഫ് ലോങ് ആണ്. മറ്റേ നോൺ ബ്രാൻഡഡ് ഷർട്ട്സിന്റെ ലൈഫ് ഭയങ്കര കുറവായിരിക്കും. അവിടെ തന്നെ ഡിഫറെന്റ് ഡ്യൂറേഷൻസ് ആണ്. അപ്പൊ ഡിഫറെന്റ് ഡ്യൂറേഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, EAC ഈസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? EAC ഈസ് ഈക്വൽ ടു NPV ബൈ AF എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവിറ്റി ഫാക്ടർ ആണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു ഡിസിഷൻ റൂൾ എന്താണ്? ചൂസ് ദ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദ ലോവസ്റ്റ് ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സാധനമുണ്ട്, ഇക്വലന്റ് ആനുവൽ കോസ്റ്റ് പോലെ തന്നെയുള്ള സെയിം സാധനമുണ്ട്, ഇക്വലന്റ് ആനുവൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്, അല്ലെ? ഇക്വലന്റ് ആനുവൽ ബെനിഫിറ്റിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? നോക്കിക്കേ, ഫോർമുലയൊക്കെ നോക്കിക്കേ, ലിറ്ററലി സെയിം ആണ്. ഇക്വലന്റ് ആനുവൽ കോസ്റ്റിനും ഇക്വലന്റ് ആനുവൽ ബെനിഫിറ്റിനും സെയിം ആണ്. ഇക്വലന്റ് ആനുവൽ ബെനിഫിറ്റിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ മുമ്പിൽ കുറെ അടിപൊളി പ്രൊജക്ട്സ് ഉണ്ട്, അല്ലെ? അടിപൊളി റിട്ടേൺസ് വരുന്ന കുറെ പ്രൊജക്ട്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്ട് 2 വർഷമാണ് ഒരു പ്രൊജക്ടിന്റെ ലൈഫ്, മറ്റൊരു പ്രൊജക്ടിന്റെ ലൈഫ് 5 വർഷമാണ്. ഇത് രണ്ടും എനിക്ക് പോസിറ്റീവ് NPV തരുന്നുണ്ട്, അല്ലെ? പക്ഷെ ഇത് തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വൈ? ബിക്കോസ് അതിന്റെ ലൈഫ് ഡിഫറെന്റ് ആണ്, അല്ലെ? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് എഫക്റ്റീവ്ലി ഓരോ വർഷവും എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്, അല്ലെ? ഇഫ് ഐ എം ഗോയിങ് വിത്ത് ഓപ്ഷൻ 1, നെറ്റ് എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്? ഓരോ വർഷവും എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്? ഇഫ് ഐ എം ഗോയിങ് വിത്ത് ഓപ്ഷൻ 2, എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഏതാണെന്ന് നോക്കും, അല്ലെ? ഇതിൽ ആരാണോ കൂടുതൽ ബെനിഫിറ്റ് തരുന്നത്, മനസ്സിലാക്കി വെക്കണേ, മാറിപ്പോവില്ലേ. ആരാണോ കൂടുതൽ ബെനിഫിറ്റ് എനിക്ക് തരുന്നത്, ഐ വിൽ ബി ചൂസിങ് ദാറ്റ് പ്രോജക്ട്, അല്ലെ? ഐ വിൽ ബി ചൂസിങ് ദാറ്റ് പ്രോജക്ട്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇക്വലന്റ് ആനുവൽ കോസ്റ്റിൽ നമ്മൾ എന്താ പിടിച്ചത്? ഏറ്റവും കുറവ് കോസ്റ്റ് വരുന്ന അസറ്റിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന പ്രൊജക്റ്റിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മാറിപ്പോവില്ലേ? EAC ആൻഡ് EAB.
ഓക്കെ, അത് ആ പേരിൽ തന്നെ ഉണ്ട്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല. നമ്മൾ ആരാ? ഫിനാൻഷ്യൽ മാനേജേഴ്സ് അല്ലേ? കോസ്റ്റ് കുറയ്ക്കാനല്ലേ നോക്കണ്ടേ? അല്ലെ? ആൻഡ് ബെനിഫിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ മാക്സിമം ബെനിഫിറ്റ് അല്ലെ, കോസ്റ്റ് കൂടിയ ഓപ്ഷൻ എടുക്കണം. ഒരിക്കലും ഫോർമുല വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ വയേർഡായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ അടുപ്പിച്ച് ഇ എ സി ചെയ്യുന്നു. വി ആർ യൂസിങ് സെയിം ഫോർമുല. അതേ ഫോർമുല വെച്ച് തന്നെയാണ് EAB കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആൻസർ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും പറ്റി പോകരുത്. ഓക്കെ. പിന്നെ റീപ്ലേസ്മെന്റ് അനാലിസിസ് സെക്ഷൻ സി ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് പറയുന്നത്. റീപ്ലേസ്മെന്റ് അനാലിസിസിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ റീപ്ലേസ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഇഫ് യു ആർ യൂസിങ് ഇ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ 5 വർഷം ഒരു അസറ്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനർത്ഥം ആ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 ഇയേഴ്സ് അല്ലെ, ആദ്യത്തെ 5 ഇയേഴ്സ് കഴിഞ്ഞു, പിന്നെ അടുത്ത വരുന്ന 5 ഇയേഴ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെയിം അസറ്റ് തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയൽ കൺസെപ്റ്റ് അല്ലെ? പക്ഷെ ആ ഒരു ഒരു സംഭവം വർക്ക്ഔട്ട് ആവോ? ഇല്ല. എന്തുകൊണ്ടാണ് അത് വർക്ക്ഔട്ട് ആവാത്തത് എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് വിത്ത് ലൈക്ക് അസംഷൻ, അത് തന്നെ അതിന്റെ കാര്യത്തിൽ എന്താണ് ഫെയിൽ ആണ്. വൈ? ബിക്കോസ് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു iPhone 11 മേടിക്കുകയാണ് അല്ലെ. iPhone 11 മേടിക്കുന്ന ഒരു 3 ഇയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഞാൻ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെ, അസറ്റ് റീപ്ലേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് iPhone 11 തന്നെ പിന്നെയും കിട്ടുമോ? ഇല്ല. കാരണം എന്താ? അവിടെ ടെക്നിക്കൽ അപ്ഗ്രേഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ചേഞ്ചിങ് ടെക്നോളജി എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വേണമെങ്കിൽ എനിക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോയിട്ട് iPhone 11 മേടിക്കാം. കിട്ടില്ല എന്ന് ചോദിച്ചാൽ കിട്ടാം. പക്ഷെ അപ്പം എന്താ പറയുക, നമ്മുടെ ബിസിനസ് ഭയങ്കര ബാക്ക്വേർഡ് ആയി പോകും അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ഒരു ടെക്നിക്കൽ അപ്ഗ്രേഡേഷൻ ഒക്കെ നടത്തി അപ് ടു ഡേറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കേണ്ട ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും 5 വർഷം മുമ്പത്തെ അല്ലെങ്കിൽ 10 വർഷം മുമ്പത്തെ അസറ്റ് തപ്പിപ്പോയാൽ എന്ത് ചെയ്യും? ബിസിനസ്സിന് അത് ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കും. ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസ് ആയിക്കോട്ടെ, അവരെല്ലാവരും ആഗ്രഹിക്കുന്ന അവരുടെ അസറ്റ്സ് എപ്പോഴും എന്താണ്? ലേറ്റസ്റ്റ് ടെക്കുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടെക് യൂസ് ചെയ്യാനാണ് അല്ലെ. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇക്വലന്റ് ആനുവൽ ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് കംസ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനം, ലീസ് വേഴ്സസ് ബൈ ഡിസിഷൻ അല്ലെ. ഒരു അസറ്റ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലീസിന് എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണോ, നമ്മൾ ബൈ ചെയ്യണോ എന്നുള്ളതാണ്. ഓക്കെ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലീസിംഗ് ആണെങ്കിലും ബൈയിങ് ആണെങ്കിലും നമ്മൾ എന്തേ യൂസ് ചെയ്യാവുള്ളൂ? വി ആർ അസ്യൂമിങ് ദാറ്റ് നമ്മൾ എന്താണ് ലോൺ എടുത്തിട്ടാണ്, ബാങ്ക് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ ഫിനാൻസ് ചെയ്യുന്നത്. അത് ലീസിംഗ് ആയിക്കോട്ടെ, പർച്ചേസിംഗ് ആയിക്കോട്ടെ, നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ട്, ബാങ്ക് ലോൺ എന്ന് പറയുന്നില്ല അല്ലെ, നമ്മൾ ഡെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ ഫണ്ട് ചെയ്യുക. അത് മറന്നുപോലെ ഒരിക്കലും നമ്മുടെ ഇക്വിറ്റിയോ ബാക്കി കാര്യങ്ങളോ വരുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ലീസ് വേഴ്സസ് ബൈ ഡിസിഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് യൂസ് പോസ്റ്റ് ടാക്സ് KD. പോസ്റ്റ് ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. KD എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലേ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പം റെലവന്റ് ക്യാഷ് ഫ്ലോസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് വി ഷുഡ് ഡിസ്കൗണ്ട് ഇറ്റ് വിത്ത് പോസ്റ്റ് ടാക്സ് KD. അത് മറന്നു പോവല്ലേ. ഓക്കെ. റാക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ. ഇതൊരിക്കലും ഒരു NPV കാൽക്കുലേഷൻ അല്ല. പറയുമ്പോൾ ഐഡിയലി ആ കൺസെപ്റ്റ് അങ്ങനെയൊക്കെയാണ്, നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കി വെക്കുക, വാക്ക് എന്ന് പറയുന്ന സാധനം ഒരിക്കലും എന്തിനു യൂസ് ചെയ്യരുത്? ലീസ് വേഴ്സസ് ബൈ ഡിസിഷന് യൂസ് ചെയ്യരുത്. ഓക്കെ. ഈ ബൈ ചെയ്യുന്ന സമയത്ത് റെലവന്റ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പർച്ചേസ് കോസ്റ്റ് വരും, ടാക്സ് ബെനിഫിറ്റ് വരും, സ്ക്രാപ്പ് പ്രൊസീഡ്സ് വരും. ഇതൊക്കെയാണ്. ഇതിനൊക്കെ നിങ്ങൾ എന്ത് വെച്ച് ചെയ്യണം? KD, ആഫ്റ്റർ ടാക്സ് KD വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. ഇനി ലീസുമായിട്ട് വരുവാണെങ്കിലുള്ള റെലവന്റ് ക്യാഷ് ഫ്ലോസ് എന്താണ്? ഒന്ന് ലീസ് പേയ്മെന്റ്സ് ആണ്. പിന്നെ ലീസ് പേയ്മെന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതൊരു എക്സ്പെൻസ് ആണ് അല്ലെ. ലീസ് പേയ്മെന്റ്സ് അത് ഒരു എക്സ്പെൻസ് ആണ്. എന്ത് കിട്ടും? അതിന്റെ മുകളിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും അല്ലെ. എല്ലാ എക്സ്പെൻസിന്റെ മുകളിലും നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ എപ്പോഴാണ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഭാഗമാണ് ഇവിടെ അല്ലെ. പിന്നെ കമന്റ് എഴുതാൻ വരുമ്പോൾ ലീസിങ് എപ്പോൾ പ്രിഫർ ചെയ്യണം, ബൈയിങ് എപ്പോൾ പ്രിഫർ ചെയ്യണം എന്നുള്ളത് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെയൊക്കെ കാൽക്കുലേഷൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെലവന്റ് ക്യാഷ് ഫ്ലോസ് എഴുതാൻ പറയുമ്പോൾ യു ഷുഡ് ഗീവ് യു ഷുഡ് ഗീവ് ഫോക്കസ് ടു ദീസ് തിങ്സ് അല്ലെ. മെയിൻ്റനൻസ്, ഇൻഷുറൻസിനെ പറ്റിയൊക്കെ എന്തെങ്കിലും സംഭവം അങ്ങനെ കാണാറില്ല. പക്ഷെ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അതിനെ ഡീൽ ചെയ്യണം. ഓക്കെ. രണ്ടുപേർക്കും സിമിലർ ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസ് നമ്മൾ റെലവന്റ് ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ. രണ്ടുപേർക്കും ഇല്ലാതെ അല്ലെ. ഇപ്പൊ ലീസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് എക്സ്ട്രാ വരുന്ന കോസ്റ്റോ അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് എക്സ്ട്രാ വരുന്ന കോസ്റ്റോ ഒക്കെ അങ്ങനത്തെ റെലവന്റ് ക്യാഷ് ഫ്ലോസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. പിന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് അത് നിങ്ങൾ കൺസിഡർ ചെയ്യാമോ? ക്യാഷ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യോ? ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. മറന്നുപോലെ മാറിപ്പോലെ ക്യാഷ് ഫ്ലോ എഴുതി വെക്കുന്ന സമയത്ത് അല്ലെ, ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഒരു ക്യാഷ് ഫ്ലോ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കരുത്. വൈ? ബിക്കോസ് KDയിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റിന്റെ എഫക്ട് ഓട്ടോമാറ്റിക്കലി വരും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ് എഴുതരുത്. ഡബിൾ കൗണ്ടിങ് ആവും. മറന്നുപോലെ ലീസ് വേഴ്സസ് ബൈ ഡിസിഷൻ.
ഓക്കെ. പിന്നെ എപ്പോഴൊക്കെയാണ് ബൈയിങ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ അസറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കോർ ഫണ്ടമെന്റൽ സാധനമാണ് നമ്മുടെ ബിസിനസ്സിന്, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ കോൺസ്റ്റന്റ് യൂസ്. അതിന് നമുക്ക് മോഡിഫിക്കേഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റണം, നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വേണം. ആ, പിന്നെന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈയിങ് വേണം പ്രിഫർ ചെയ്യാൻ. ഓക്കെ. പിന്നെ അതിന് വേറെ വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ആളായിരിക്കും കുറച്ചുകൂടെ ഈസി. പക്ഷെ എപ്പോഴാണ് ലീസ് ചെയ്യുക? എപ്പോഴാണ് ലീസ് ചെയ്യുക? ഓക്കെ. ലീസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ 10 ഇയേഴ്സിന് ഒരു ലാൻഡ് ലീസ് ചെയ്തു. ഓക്കെ. ആഫ്റ്റർ 10 ഇയേഴ്സ് എന്റെ ലാൻഡ് ലോഡ് പറയാണ് ഇനി അത് നിങ്ങൾക്ക് റീന്യൂ ചെയ്തു വരാൻ പറ്റില്ല എന്ന് പറയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്റെ ബിസിനസ് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? ആ ഒരു പ്ലോട്ടിൽ നിന്ന്, ആ ഒരു ലാൻഡിൽ നിന്ന് എനിക്ക് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ലാൻഡ് എനിക്ക് ലാൻഡോ അല്ലെങ്കിൽ അസറ്റ് ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് ലീസ് ചെയ്താലുള്ള ഒരു പ്രശ്നം ഇതാണ്, അത് റീന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെ? ലീസ് റീന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലോക്കായി പോകും. ഓക്കെ. ബി ട്രാപ്പ്. അപ്പം അസറ്റ് ഫണ്ടമെന്റൽ ആണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? പർച്ചേസ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ പിന്നെ പറയുന്നത് എന്താണ്? ലീസിങ് എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ. ഷോർട്ട് ടേമിലോട്ടാണ്, സ്പെഷ്യലിസ്റ്റ് മെയിൻ്റനൻസ് വേണം, റെഗുലർ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് വേണം എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ലീസിങ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ഇപ്പോൾ UK ഫോൺ സിസ്റ്റംസ് ഒക്കെ അങ്ങനെയാണ്, ലീസിങ് ആണ് അവർ കൊടുക്കുന്നത്, അല്ലെ? അവര് നമ്മുടെ ഇവിടുത്തെ BSNL ഏതെങ്കിലും സാംസങ്ങും പോലെ അവര് അവിടുത്തെ കമ്പനീസ് എല്ലാം എന്താണ്, ഇങ്ങനെ രണ്ട് കമ്പനീസ് കമ്പൈൻ ചെയ്തിട്ട് ഇതൊരു ലീസ് പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു വർഷത്തേക്ക് ഇത്രയും ഡാറ്റ, ഒരു വർഷത്തേക്ക് വോയിസ് കോൾ, ആൻഡ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? iPhone 16 യൂസ് ചെയ്യാം. ഓക്കെ. അടുത്ത വർഷം വന്നു, ഞാൻ ലീസ് റീന്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേനും എന്താണ്, എന്റെ iPhone 16 മാറി അത് എന്താക്കാൻ പറ്റും? എനിക്ക് iPhone 17 ആക്കാൻ പറ്റും. ഓക്കെ. അപ്പം അതാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ആവശ്യമുണ്ടെങ്കിൽ ഓൾറെഡി ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കയ്യിൽ വെക്കുന്നതിനേക്കാളും എനിക്ക് എന്തുകൊണ്ട് ലാഭം എന്താണ്? ഈ പറയുന്ന പോലെ ലീസ് ചെയ്യുന്നതാണ്. പിന്നെ ലീസിങ്ങിന് എന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഫ്ലെക്സിബിൾ എഗ്രിമെന്റ്സ് ഉണ്ടായേക്കാം. പിന്നെ ഡിസ്പോസൽ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ഡിസ്പോസൽ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഏതായിരിക്കും കംഫർട്ടബിൾ? യൂസ് ചെയ്യാൻ ഏതായിരിക്കും കംഫർട്ടബിൾ? അസറ്റ് മേടിക്കുന്നതാണോ അല്ല ലീസ് ചെയ്യുന്നതാണോ? കാരണം എന്താ, എനിക്ക് ആരാണോ ലീസ് തരുന്നത് അദ്ദേഹം എന്ത് കൺസിഡർ ചെയ്തോളും? അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമായിട്ട് വരുമോ? ഇല്ല. ഓക്കെ. സോ എക്സാം എഴുതുന്ന സമയത്ത് ഇത് ACCയുടെ എക്സാമിനെ റിപ്പോർട്ടിലും ACCയുടെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഒന്ന് ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കാം. പിന്നെ അവർ പറയുന്ന സംഭവങ്ങളാണ് കുറച്ച് കുറച്ച് മെയിൻ ടോപ്പിക്സ് ആണ്. ഒന്ന്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ അറിയണം. പിന്നെ ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് എക്കണോമിക് എൻവിറോൺമെന്റ്. ഓക്കെ. എക്കണോമി വീക്ക് ആയാൽ എങ്ങനെയാണ്, എക്കണോമി സ്ട്രോങ് ആയാൽ എന്താണ് സംഭവിക്കുക, തുടങ്ങിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. വളരെ മിനിമലാണ്, പക്ഷെ 2 മാർക്കിനെങ്കിലും ചിലപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ. എക്സാം പാസ്സായ ഒരാൾക്ക് ഇത്ര ഇത്ര കാപ്പബിലിറ്റീസ് വേണമെന്നാണ് എക്സാമിനിങ് ടീം ആഗ്രഹിക്കുന്നത്. ഓക്കെ. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ടെക്നിക്സ്. ഓക്കെ. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ കൃത്യമായിട്ട് അറിയണം. അതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന സംഭവം. ഓക്കെ. പിന്നെ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ബിസിനസ്, ഓക്കെ, അസറ്റ് വാലുവേഷൻസ്, അതൊക്കെ ലാസ്റ്റ് വരുന്ന സംഭവമാണ്. പിന്നെ പറയുന്ന ഒരു സംഭവമാണ് ടെക്നോളജിക്കൽ സ്കിൽസ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഈ എങ്ങനെയാണ് എക്സാമിന് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുക? മാക്സിമം എന്ത് ചെയ്യുക? ഫോർമുലാസ്, ബാക്കി കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. ടൈം മാനേജ് ചെയ്യണമെങ്കിൽ യു നീഡ് ടെക്നോളജിക്കൽ സ്കിൽസ്. ഓക്കെ. എക്സലിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ടെക്നോളജിക്കൽ സ്കിൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പേപ്പറിലായിരിക്കും നിങ്ങൾ ശീലിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ എക്സലിലായിരിക്കും, അല്ലെ? വാട്ട് എവർ, നിങ്ങൾ ഫോർമുലാസോ കോപ്പി പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട് ടൈം, അല്ലെ? ആൻഡ് ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ പോകും. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറ്റുക? നിങ്ങൾക്ക് ടെക്നോളജിക്കൽ സ്കിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ പേടിക്കേണ്ടാത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈൻ ഐറ്റം തെറ്റി, NPV പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈൻ ഐറ്റം തെറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ആ ഒരു ലൈനിന്റെ മാർക്ക് മാത്രമേ മിസ് ഔട്ട് ആവുള്ളൂ. ഓക്കെ. ആ ഒരൊറ്റ ലൈനിന്റെ മാർക്ക് മാത്രമേ മിസ് ഔട്ട് ആവുള്ളൂ. ബാക്കിയുള്ള ഒരു ലൈൻ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരു പ്രശ്നവും വരില്ല. ഓക്കെ. അപ്പം എന്താണ്, റോങ് NPV ആയിക്കോട്ടെ, നിങ്ങളുടെ കമന്റ് ആ NPVനെ പറ്റിയുള്ള നിങ്ങളുടെ കമന്റ് അടിപൊളിയാണോ? ഇറ്റ്സ് മതി, അല്ലെ? അത് മതി, അത് ഫൈനാണ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. പിന്നെ പറയുന്നത് സ്പ്രെഡ്ഷീറ്റിന് നല്ല ക്ലാരിറ്റി വേണം. ഓക്കെ. NPVയുടെ ഒക്കെ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് NPVയുടെ വർക്കിംഗ് ഒരു സൈഡിൽ, പിന്നെ ഇവിടെ ടാക്സ് സേവിങ്സിന്റെ വർക്കിംഗ് ഒരു സൈഡിൽ വേണം. ഓക്കെ. അങ്ങനെ എക്സാമിനർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ സെല്ലിൽ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചാലും മതി, ഫോർമുലാസ് ഒക്കെ സെല്ലിൽ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചാലും മതി, പക്ഷേ ഇറ്റ് ഷുഡ് ബി ക്ലിയർ, അല്ലെ? അത് ക്ലിയർലി ലേബിൾഡ് ആവണം. T0, T1, T2, T3 ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ക്ലിയർ വേണം. വെറുതെ വാല്യൂസ് താഴോട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, മാർക്സ് കിട്ടില്ല. ഓക്കെ. യു ഷുഡ് റൈറ്റ്. ഞാൻ എന്താണ് എഴുതുന്നത്? ഇത് കോസ്റ്റ് ആണോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ആണോ, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ആണോ എഴുതുന്നത്? എന്താണ് ഞാൻ എഴുതുന്നുള്ളതിന്റെ സംഭവം എനിക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കണം. ആ ലേബിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചിലപ്പോൾ എക്സാമിന് തിരക്ക് പിടിച്ചിട്ട് സ്പീഡിൽ കുറെ കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യും, പക്ഷെ യു വിൽ ഫോർഗെറ്റ് ടു ലേബിൾ, അല്ലെ? അത് മറക്കല്ലേ.
ഓക്കെ. പിന്നെ എന്താ പറയുന്ന ഡിസ്കഷൻ ചെയ്യുന്ന മാർക്സ് ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വെച്ച് പോവില്ല. ഓക്കെ. ഏറ്റവും ബേസിക് സാധനമാണ്. പിന്നെ കഴിഞ്ഞ ഒരു 2-3-4 എക്സാമിനർ റിപ്പോർട്ട്സ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ഇതൊക്കെയാണ്. ഇവർ ക്യാഷ് ഫ്ലോ എഴുതി തരുന്ന പോലെ ഇവർ എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യൻസിൽ പ്രോഫിറ്റ്സ് ആയിരിക്കും തരിക. അത് നേരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ NPV ഒക്കെ കണ്ടുപിടിച്ച് വെക്കും. മണ്ടത്തരമല്ലേ, തെറ്റിപ്പോകൂലേ? തെറ്റിപ്പോവും. നമ്മൾ എന്തേ ചെയ്യണം, നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം, നമ്മൾ അമോർട്ടൈസേഷൻ ആഡ് ബാക്ക് ചെയ്യണം. സം കോസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിമൂവ് ചെയ്യണം. മറക്കല്ലേ, മറക്കല്ലേ. പിന്നെ നോൺ ക്യാഷ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. പ്രോഫിറ്റ്സ് എന്ത് മാറ്റണം, പ്രോഫിറ്റ്സ് മാറ്റി ക്യാഷ് ലോസ് ആക്കണം, മറന്നു പോരുത്. പിന്നെ ടാക്സ് ചെയ്യുന്ന സമയത്ത് ഈസിയാണ്. ടാക്സിന്റെ ആ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇത് കുറെ സ്റ്റുഡൻസ് വിട്ടുപോകുന്ന ഒരു സാധനമാണ്. ഓക്കെ. ടാക്സിന്റെ പ്രശ്നം എന്തൊക്കെയാ? ഒന്ന്, നമ്മൾ ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് പഠിച്ചു വെക്കും, നമ്മുടെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ടാക്സ് വന്നാൽ നെക്സ്റ്റ് ഇയർ ആയിരിക്കും അല്ലെ. എക്സാമിനേഴ്സ് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ നെക്സ്റ്റ് ഇയർ ആയിരിക്കും ടാക്സ് കൊടുക്കേണ്ടത്. എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ടാക്സിന്റെ കാൽക്കുലേഷൻ അല്ല, ഓട്ടോമാറ്റിക്കലി വി വിൽ ബി വയർഡ് ടു ഡു ദാറ്റ്. ഓക്കെ. പക്ഷെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ടാക്സ് അതാത് വർഷങ്ങളിൽ തന്നെ പേ ചെയ്യണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നേരെ റിവേഴ്സ് സിനാരിയോ അല്ലെ. സാധാ പോലെ എഴുതി വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാമിനർ എന്തെങ്കിലും ട്രിക്ക് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് സ്വയം ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഇയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ല. ഓക്കെ. ഡെഫറിംഗ് ടാക്സ് വെൻ ക്വസ്റ്റ്യൻ സേസ് പെയ്ഡ് സെയിം ഇയർ. ക്വസ്റ്റ്യനിൽ സെയിം ഇയർ ആണ് അടച്ചതെന്ന് പറയുമ്പോഴും അവർ എന്ത് ചെയ്യാണ്, ഡെഫർ ചെയ്യാണ്. കുറെ സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ആണ്. കഴിഞ്ഞ ഒരു 3-4 റിപ്പോർട്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ വന്ന കോമൺ പോയിന്റ്സ് ആണ്. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് തന്നെ ടാക്സ് സേവിംഗ് ആയിട്ട് എഴുതി വെക്കുന്നു. മണ്ടത്തരമാണ് അല്ലെ. ഡിപ്രീസിയേഷന് പുറത്താണോ നമുക്ക് ടാക്സ് സേവിംഗ് കിട്ടുന്നത്? അല്ല. ഡിപ്രീസിയേഷൻ ആണോ ടാക്സ് സേവിംഗ് ആയിട്ട് കിട്ടുന്നത്? സോറി, ഡിപ്രീസിയേഷൻ ആണോ ടാക്സ് സേവിംഗ് ആയിട്ട് വരുന്നത്? അല്ല, ഡിപ്രീസിയേഷന്റെ മുകളിലുള്ള ടാക്സ് സേവിംഗ് ആണ്. മറന്നുപോലെ. പിന്നെ ബാലൻസിങ് അലവൻസ്, ആ ലാസ്റ്റ് ഇയറിലെ സ്ക്രാപ്പ് വാല്യൂന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മറന്നുപോവാണ്. പിന്നെ ടാക്സ് റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ഫ്ലോ ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത്? അല്ല, അതിനെ ഇൻഫ്ലോ ആയിട്ടാണ്. ടാക്സ് റിലീഫ് അല്ലേ, നമുക്ക് ഇങ്ങോട്ട് ബെനിഫിറ്റ്സ് കിട്ടുകയല്ലേ, അതിനെ എന്ത് ചെയ്യണം, ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. പക്ഷെ ടാക്സ് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവാതെ പോരുത്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്, ചെറിയ മിസ്റ്റേക്സാ, പക്ഷെ മാർക്സ് ഒരുപാട് നഷ്ടപ്പെടും. ഓക്കെ. അപ്പം ടാക്സിലാണ് ഏറ്റവും കൂടുതൽ മാർക്സ് അങ്ങനെ മാറുന്നതെന്നാണ് എക്സാമിനേഴ്സ് പറയുന്നത്. ഓക്കെ. പിന്നെ അസ്യൂമിങ് നോ ടാക്സ് ഇഫ് ഓപ്പറേറ്റിംഗ് ലോസ്. എനിക്ക് ഒരു ബിസിനസ്സിൽ ഒരു വർഷം നഷ്ടമാണ്. ഓക്കെ. അവിടെ അപ്പൊ എന്താ, നഷ്ടമല്ലേ, ടാക്സ് വേണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണോ? യെസ് ഓർ നോ പ്ലീസ്. എനിക്ക് ചാറ്റ് ബോക്സിൽ ഇപ്പോൾ റിപ്ലൈ വേണം. എനിക്ക് ഒരു വർഷം ബിസിനസ്സിന് എനിക്ക് ടാക്സ് ലോസ് ആണ് വന്നത്. ഓക്കെ. ഓക്കെ. മനസ്സിലാക്കുക, നമുക്കൊരു ടാക്സ് റിലീഫ് പോലെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. നമുക്കൊരു സുലു കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് തരാം. ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഓക്കെ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സുലു കമ്പനി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കംസ് ഇൻഫ്ലേഷൻ എറേഴ്സ്. ഓക്കെ. ഇൻഫ്ലേഷൻ എറേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാറിപ്പോയത്. ഇതൊന്നും നമ്മുടെ സ്റ്റുഡൻസിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മിസ്റ്റേക്സ് വരുന്നത്. പക്ഷെ യെസ്, അങ്ങനെ മിസ്റ്റേക്സ് വരുത്താറുണ്ടെന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷന്റെ മിസ്റ്റേക്സ് ആ റേസ് ടു കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് അവരെന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ടൈമിങ് തെറ്റിപ്പോകുന്നത്. ഓക്കെ. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല. ഓക്കെ. ഇൻഫ്ലേഷൻ അനുസരിച്ചൊക്കെ സെയിൽസിൽ ഇൻക്രിമെന്റ് വരും, അതിന്റെ ബാക്കിയായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രിമെന്റ് വരും, അത് ചെയ്യണം. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, ടൈമിങ് തെറ്റിക്കാണ്. ഓക്കെ. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ 1 ഇയർ ആണോ അതോ ഇപ്പോൾ തന്നെയാണോ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിനുണ്ട്. ഓക്കെ. അത് മാറിപ്പോയത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എവിടെ പ്ലേസ് ചെയ്യണം, T0 വേണം പ്ലേസ് ചെയ്യാൻ. ഇനിയിപ്പോ ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഓരോ കമ്പനീസിന്റെ കാര്യമല്ലേ, ചിലപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇപ്പൊ ചിലപ്പോൾ പറയും അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയറിലായിരിക്കും നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വരുമോ, അങ്ങനെ വരുമോ? മിക്കവാറും സിമ്പിളായിട്ട് ലോജിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെ, ഏറ്റവും ലോജിക്കലായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്റെ എംപ്ലോയിക്ക് ഞാൻ സാലറി കൊടുക്കണമെങ്കിൽ അതെന്താണ്, അതെന്റെ വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലെ. അപ്പം അത് ആ വർഷം കഴിഞ്ഞിട്ടാണോ ഞാൻ കൊടുക്കുക? അല്ല. മിക്കവാറും കേസിൽ ഒരു 99% കേസിലും വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോൾ തന്നെ വരും, അത് സ്റ്റാർട്ട് ഓഫ് ദി ഇയറിൽ തന്നെ വരും. ഇനിയിപ്പം എന്തെങ്കിലും എക്സെപ്ഷണൽ കേസസ്, അത് എക്സെപ്ഷണൽ കേസ് വരാനുള്ള പ്രോബബിലിറ്റിയും ഇല്ല. പക്ഷെ എക്സെപ്ഷണൽ കേസ് വന്നാൽ മാത്രമേ അല്ലാത്ത പക്ഷം വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എൻഡ് ചെയ്യുന്ന സമയവും പ്രോപ്പറായിട്ട് ആ ടേം നോക്കിയിട്ട് ഏത് വർഷമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കണം. ഓക്കെ. എൻഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് കിട്ടും, തിരിച്ചു കിട്ടും.
ഓക്കെ, അതെല്ലാം തിരിച്ചിട്ട് മറന്നു പോകല്ലേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കംസ് IRRന്റെ കാൽക്കുലേഷനിൽ വരുന്ന മിസ്റ്റേക്ക് ആണ് അല്ലെ. IRRന്റെ കാൽക്കുലേഷൻ ഒക്കെ ഏറ്റവും ബെറ്റർ എന്താണ്, ഇപ്പൊ ഈവൻ MCQs ഒക്കെ IRR കണ്ടുപിടിക്കാൻ വന്നാലും എന്ത് ചെയ്യുക, എക്സാം വിൻഡോയിൽ നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട് അല്ലെ. നാവിഗേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിലും എടുക്കാം. നാവിഗേറ്റർ യൂസ് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, സെക്ഷൻ സിയിലേക്ക് പോവുക, ഒരു എക്സൽ ഷീറ്റ് കിട്ടുക, ഈസിക്കൽ ടു IRR ഫോർമുല ടൈപ്പ് ചെയ്താൽ മതി അല്ലെ. അതാണ് ടൈം സേവ് ചെയ്യാനുള്ള മാർഗം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോർമലി NPV ഒക്കെ കണ്ടുപിടിച്ചാൽ വരാൻ ചിലപ്പം സമയം എടുത്തേക്കാം. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ പറയുന്ന മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം MCQs സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടൈം വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, ആദ്യം ഐ ഗിവ് യു 3 minutes. ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ചെയ്ത് കഴിഞ്ഞ ഒരാളാണെങ്കിൽ മാക്സിമം 3 minutes എടുക്കുള്ളൂ. ഓക്കെ, ഇതിൽ 1 minute മതി ശരിക്കും എന്ത് പറയാം, ഇതിന്റെ ആൻസറിന്റെ ഒരു ലോജിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ 1 minute ഉണ്ടാവുള്ളൂ. ബാക്കി 1.5 minutes അല്ലെങ്കിൽ അതുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, തീരുമാനിക്കാൻ. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. A company is considering investing in a 2-year project. ഓക്കെ, 2 വർഷത്തെ പ്രൊജക്ട് ആണ്. മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് വിൽ ബി 1,25,000. കേൾക്കുന്ന പാടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ സ്ക്രാച്ച് പാഡോ എന്താണ് ഉള്ളത് അവിടെ നമ്മൾ എന്ത് എഴുതി വെക്കണം. മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് 125,000 എവിടെ എഴുതും, T0 എഴുതും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓക്കെ ഐ ഓപ്പൺ മൈ എക്സൽ ഷീറ്റ്. ഓക്കെ, യെസ്. ഓക്കെ, T0 നിങ്ങൾ എത്ര ചെയ്തു, 1,25,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 4,000 ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെ. ആഫ്റ്റർ 2 years നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് കിട്ടും എന്നാണ് പറയുന്നത്, 4,000. ഇത് റിട്ടേൺ ആണോ, അല്ല. ഓക്കെ, ഫസ്റ്റ് തിങ് ഇത് റിട്ടേൺ അല്ല, ഇതെന്താണ്, ഇത് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ എടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മാത്രം പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. വൈ, ബിക്കോസ് ഇത് ഓൾറെഡി T0 ആണ്. അതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണോ, വേണ്ട, വെറുതെ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, 4,000 നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രസന്റ് വാല്യൂലോട്ട് ആക്കുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം NPV കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, നമ്മൾ ടോട്ടൽ റിട്ടേൺസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുന്നു. ഞാൻ അത് തന്നെയാണ് ഇവിടെ ചെയ്തത്. ടോട്ടൽ റിട്ടേൺസിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയാണ്. പക്ഷെ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഈ പ്ലസും മൈനസും ഒക്കെ മാറിപ്പോയാൽ വാല്യൂസ് മാറുന്നതാണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, നമുക്ക് എന്താ നെറ്റ് ഫിഗർ ആണ് വേണ്ടത് അല്ലെ. നമുക്ക് വേണ്ടത് നെറ്റ് ഫിഗർ ആണ്. നമ്മൾ ചിലപ്പം ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കേ, ഈസിക്കൽ ടു E11 മൈനസ്, അതായത് ഇതിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിൽ നിന്ന് മൈനസ് ചെയ്തു. നമ്മുടെ കോമൺ ലോജിക്ക് അപ്ലൈ ചെയ്ത് പോകുന്നതാണ് പരീക്ഷ ടെൻഷനിൽ. പക്ഷെ മിസ്റ്റേക്ക് അല്ലേ അല്ലെ, മൈനസും കൂടെ വന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, ഒരു പ്ലസ് ചെയ്യുന്ന ഒരു എഫക്ട് വരികയാണ് അല്ലെ. -132 ആവണം, അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, ആ ലോജിക്ക് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. എക്സാമിന് വരുന്ന മിസ്റ്റേക്സ് ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ അടുത്തതായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ടില്ല, അടുത്തായിട്ട് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്, അടുത്തായിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ റിക്വയർമെന്റ് അല്ലെ. അത് നമ്മളോട് എല്ലാ എക്സാമിനും നമ്മൾ പറയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, റിക്വയർമെന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് എന്തൊക്കെ ഡാറ്റ എഴുതണം. ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യനിലെ എല്ലാ ഡാറ്റയും ഞാൻ എഴുതുകയാണ് അല്ലെ. അതിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് റിക്വയർമെന്റ് ആദ്യം വായിക്കുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ മുഴുവൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ആദ്യം എന്ത് ചെയ്യുക, റിക്വയർമെന്റ് വായിക്കുക, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആൻസർ ബാക്കിയുള്ള സ്റ്റോറി കോണ്ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങാവുള്ളൂ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി കമ്മിങ് ടു നമ്മുടെ കാര്യം. ഓക്കെ, ഇപ്പൊ 129,000 നമ്മൾ ആദ്യം ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തു. ഈ സംഭവം എന്താണ്, 3304 ആണ്. ഓക്കെ, അടുത്ത മിസ്റ്റേക്ക് കണ്ടോ, അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്യുന്നില്ല. നമ്മൾ സെക്ഷൻ സി ക്വസ്റ്റ്യനിൽ വരുന്ന അടുത്തൊരു മിസ്റ്റേക്ക് ആണ്, എന്ത് ചെയ്യുന്നില്ല, ഇത് അവസാനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് നോക്കുമ്പോൾ ഓരോന്നും എന്ത് ഫിഗർ ആണെന്ന് നമുക്കറിയോ, നമുക്ക് മനസ്സിലാവാതെ പോകും. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി MCQs ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓൾറെഡി അല്ലെ, ഇതൊന്നും വലിച്ചു നീട്ടി എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം, ആ ഐഡിയ നമുക്ക് കിട്ടണം. ഓക്കെ, ഇതെന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇതെന്താണ്, ഇതെന്റെ ടോട്ടൽ പ്രസന്റ് വാല്യൂസ് ആണ്, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്നോട് പറയുന്ന ഫിഗർ ഇതാണ്, 125,696 എന്ന് പറയുന്ന ഫിഗർ വേണം എനിക്ക് എന്ത് ചെയ്യാൻ, 2 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടാൻ എന്നാണ് നമ്മുടെ ആൻസർ നമ്മളോട് പറയുന്നത് അല്ലെ. ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ വിചാരിക്കരുത്, ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 125,000 ഉണ്ടായിരുന്നു, 4,000 ക്യാപിറ്റൽ ഇട്ടു, നമ്മൾ 129,000 ഇട്ടു. അത് കഴിഞ്ഞ് ഇതിന്റെയും പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചു, 3304 എന്ന് കിട്ടി. അതായത് T2 നമ്മൾ റിട്ടേൺ എടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിന്.
3304 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, 129,000 ഇൻവെസ്റ്റ് ചെയ്യണം, 3304 റിട്ടേൺ കിട്ടും. അപ്പൊ 125,696 ആയിരിക്കും ആൻസർ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടുണ്ടോ? കുഴപ്പമൊന്നുമില്ല. 125,696 തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഫിഗർ എപ്പോഴാണ് കിട്ടേണ്ടത്? ഓക്കെ, നമ്മൾ ഈ കണ്ടുപിടിച്ചത് T0 പ്രകാരമുള്ള ഫിഗേഴ്സ് അല്ല. ഇതെല്ലാം എന്താണ്? പ്രസന്റ് വാല്യൂസ് ആണ്. ഇതെല്ലാം T0 പ്രകാരമുള്ള ഫിഗേഴ്സ് ആണ്, അല്ലെ? എന്റെ കോൺട്രാക്ട് പ്രൈസ് എന്നോട് ക്വസ്റ്റ്യനിൽ എന്താ അവർ പറയുന്നത്? ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട് ടു ബി റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോൺട്രാക്ട്, അല്ലെ? ടു ബി റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പൊ നമുക്ക് ഈ സംഭവം എഴുതി വെക്കാൻ പറ്റുമോ? ഓക്കെ, ഇത് എനിക്ക് എഴുതി വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ കോമ്പൗണ്ട് ചെയ്ത് T2 എത്തിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തത്? 4,000 ഇൻറ്റു 0.826 ആണ് ചെയ്തത്, അല്ലെ? T2 ഒരു ഫിഗറിനെ നിങ്ങൾ T0 എത്തിക്കാൻ എന്താ ചെയ്തത്? ഇൻറ്റു 0.826 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് പറ്റും? ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ നമുക്ക് T2 എത്തിക്കാൻ പറ്റൂലേ? അല്ലെ? ഇൻറ്റു ചെയ്യുമ്പോൾ ബാക്കിലോട്ടാണ് പോകുന്നത്, ഡിവൈഡ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗോ ഫോർവേഡ്, അല്ലെ? 0.826. ഓക്കെ, ഡിവൈഡ് ചെയ്യാണ്. 125,696 ഡിവൈഡഡ് ബൈ 0.826 നിങ്ങൾക്ക് എത്ര വരും? 152,000 വരും ആൻസർ. 152,174. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മിസ്റ്റേക്സ് ആണ്, എല്ലാം മിസ്റ്റേക്സ് ആണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ 172, എനിക്ക് കിട്ടിയ ആൻസർ എത്രയാ? 152,174 എന്ന് പറയുന്ന ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, 152,174 എന്ന് പറയുന്ന ആൻസർ ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. അത് ശരിയാകുമോ? അതാണോ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? അല്ല, എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂവും കൂടെ അവർ, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോളും കൂടെ അവർ വെച്ചിട്ടുണ്ട്. ടു ദ നിയറസ്റ്റ് $1,000 എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ടു ദ നിയറസ്റ്റ് $1,000 എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തേ ചെയ്യാവുള്ളൂ? ഇങ്ങനെ എഴുതി വെക്കാൻ പാടുണ്ടോ? ഇല്ല. ഈസ് ഈക്വൽ ടു 152,000, ഇത്രയും മാത്രമേ, ഈസ് ഈക്വൽ ടു 152,000, ഇത്ര മാത്രമേ ഞാൻ എന്ത് ചെയ്യാവുള്ളൂ? ടൈപ്പ് ചെയ്ത് വെക്കാവുള്ളൂ. ഓക്കെ, ഐ നോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, പക്ഷേ നമ്മുടെ എക്സാമിന് അവർ ടു ദ നിയറസ്റ്റ് 1,000 റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യന്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. അതായത് ബേസിക്കലി NPV കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? NPV അല്ല, ആ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് വേണം ടു ബിക്കം അറ്റ് ദി ബ്രേക്ക് ഈവൻ പോയിന്റ്, അല്ലെ? നിങ്ങൾ ബ്രേക്ക് ഈവൻ പോയിന്റിലോട്ട് എത്താൻ എത്ര റിട്ടേൺസ് കിട്ടണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എല്ലാം പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ 2 വർഷം കഴിഞ്ഞ് റിലീസ്ഡ് ആവും, അതിന്റെയും എന്ത് ചെയ്യുന്നു? പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു, വിച്ച് ഈസ് 125,696, അല്ലെ? അത്രയും ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് T0 പ്രകാരമുള്ള വാല്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് T2 എത്തിക്കണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? തിയറി ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരണേ ആരെങ്കിലും. ഐ വിൽ ഗിവ് യു 1 മിനിറ്റ്, 1 മിനിറ്റ് തരാം ആലോചിക്കാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ചില സമയത്ത് FMന്റെ ഒക്കെ മിക്ക ക്വസ്റ്റ്യൻസിനും തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്, അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നുള്ള നേരിട്ട് ചോദിക്കുന്നതിന് വരെ എന്താണ് അവർ കുറെ വളഞ്ഞ ചുറ്റി നോട്ട് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ വീഴാൻ പാടുണ്ടോ? വീഴാൻ പാടില്ല. കൃത്യമായിട്ട് ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ടാക്സ് അലൗവബിൾ ഡിപ്രീസിയേഷൻ ഈസ് എ റെലവന്റ് ക്യാഷ് ഫ്ലോ വെൻ ഇവാലുവേറ്റിംഗ് ബോറോയിങ് ടു ബൈ കമ്പയർഡ് ടു ലീസിംഗ് ആസ് എ ഫിനാൻസിംഗ് ചോയ്സ്. ബോറോ ടു ബൈ അല്ലെങ്കിൽ ലീസിംഗ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാക്സ് അലൗവബിൾ ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊരു റെലവന്റ് ക്യാഷ് ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദി ആൻസർ ഈസ്, ഫസ്റ്റ് ഓഫ് ഓൾ, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഡിപ്രീസിയേഷൻ ഒരു ക്യാഷ് ഫ്ലോ ആണോ അല്ലയോ? സേ യെസ് ഓർ നോ. ഡിപ്രീസിയേഷൻ ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണോ? ഒരിക്കലും അല്ല. അപ്പൊ പിന്നെ ആ ടോട്ടൽ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ എന്ത് ചെയ്യാണ്? അത് തെറ്റിപ്പോവാണ്. ഓക്കെ, ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമ്മൾ ടാക്സ് അലൗവബിൾ ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ ക്യാഷ് ഫ്ലോ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ അതിന്റെ ബാക്കിയുള്ള ടാക്സ് സേവിങ് ബാക്കി കാര്യങ്ങൾക്കൊക്കെയാണ്, അല്ലെ? അപ്പം ടാക്സ് അലൗവബിൾ ഡിപ്രീസിയേഷൻ ക്യാഷ് ഫ്ലോ ആണോ? അല്ല. ഓക്കെ, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അടുത്തത് അസറ്റ് റീപ്ലേസ്മെന്റ്, ഇത് ഓക്കെ ആണല്ലോ, അല്ലെ? ഞാൻ മൂവ് ഓൺ ചെയ്യണം അടുത്ത സെന്റൻസിലോട്ട്. അസറ്റ് റീപ്ലേസ്മെന്റ് ഡിസിഷൻസ് റിക്വയർ റെലവന്റ് ക്യാഷ് ഫ്ലോസ് ടു ബി ഡിസ്കൗണ്ടഡ് ബൈ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ആണോ? അസറ്റ് റീപ്ലേസ്മെന്റ് ഡിസിഷൻസ് റിക്വയർ റെലവന്റ് ക്യാഷ് ഫ്ലോസ് ടു ബി ഡിസ്കൗണ്ടഡ് ബൈ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ആണോ? സേ യെസ് ഓർ നോ. അതൊരു നല്ല സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല.
ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം എന്താണ്? നമ്മൾ ലീസ് ഓർ ബൈ ഡിസിഷൻസ് ചെയ്യുമ്പോൾ, അതായത് ഇത് കണ്ടോ, നമ്മളെ മറ്റേ മെന്റൽ ഹുക്ക് വരുത്തുന്നതാണ്. ഇവിടെ ലീസ് ഓർ ബൈയുടെ കാര്യം പറയുന്നു, എന്നിട്ട് ഉടനെ തന്നെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഒക്കെ പറയുന്നു. ആ മെന്റൽ ഹുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ വീഴാൻ പാടുണ്ടോ? വീഴാൻ പാടില്ല. അസറ്റ് റീപ്ലേസ്മെന്റ് ഡിസിഷൻസ് റിക്വയർ റെലവന്റ് ക്യാഷ് ഫ്ലോസ് ടു ബി ഡിസ്കൗണ്ടഡ് ബൈ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണോ? അല്ല. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഏതിനൊക്കെയാണ് വരുന്നത്? ലീസ് ഓർ ബൈ ഡിസിഷൻസിന് മാത്രമാണ് അത് ആ സംഭവം പർട്ടിക്കുലർലി വരിക, അല്ലെ? ബാക്കിയൊക്കെ സിനാരിയോയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ലീസ് ഓർ ബൈ ഡിസിഷൻസിനാണ് എന്ത് വരുന്നത്? ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അസറ്റ് റീപ്ലേസ്മെന്റ് ഡിസിഷൻസിന് അതാണോ യൂസ് ചെയ്യേണ്ടത്? അല്ല. അപ്പം ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇറ്റ് സെൽഫ് എന്താണ്? തെറ്റാണ്. പിന്നെയുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ഉണ്ട്. ഞാൻ വായിക്കാൻ നിൽക്കണോ? ഓക്കെ, ഒരു എക്സാമിന് കയറുമ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ ഒരു പേടിയുടെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു പോകും? വായിച്ചു പോകും. ശരിക്കും വായിക്കേണ്ട കാര്യമൊന്നുമില്ല, നേരെ ടിക്കറ്റ് പോയാലും മതി. പക്ഷെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് ക്യാപിറ്റൽ ഈസ് റേഷൻ, ഡിവിസിബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ക്യാൻ ബി റാങ്ക്ഡ് ബൈ ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെൻ ഡിറ്റർമൈനിങ് ദ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെന്റ് ഷെഡ്യൂൾ. ഓക്കെ, ക്യാപിറ്റൽ റേഷൻ ചെയ്യുന്ന സമയത്ത് ഡിവിസിബിൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ച് റാങ്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ്, അല്ലെ? സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ ഡി, ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ബാങ്ക് ലെൻഡിംഗ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ്. ഓക്കെ, ഡി എന്താ പറയുന്നത്? ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ബാങ്ക് ലെൻഡിംഗ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ്. നമ്മുടെ എക്കണോമിയിൽ മൊത്തത്തിൽ അവർ പൈസ ചുരുക്കുകയാണ്, അല്ലെ? ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ്. നമ്മൾ കമ്പനിക്ക് ഇന്റേണലി ആണ്, എക്സ്റ്റേണലി എന്ത് ചെയ്യുന്ന ഫണ്ട് കിട്ടാൻ പാടുവരും. എന്തുകൊണ്ട്? ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആൻഡ് ബി എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ സിയും ഡിയും ആണ് എന്ത്? ശരിയായിട്ടുള്ള ആൻസേഴ്സ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ആൻഡ് അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് വായിച്ചാൽ നമുക്ക് സമയം തികയോ? അല്ലെ? നിങ്ങൾ എക്സാമിന് കയറുന്ന സമയത്തും ഇങ്ങനത്തെ ടെൻഷൻസ് വന്നേക്കാം. ഇത് ഒരുപാടുണ്ടല്ലോ, എന്തൊക്കെയോ പറയുന്നു, കുറെ വാല്യൂസ് ഉണ്ട്, ടൈം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടെൻഷൻ അടിച്ച് ഇത് വായിക്കാൻ പാടുണ്ടോ? ഇല്ല. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ റിക്വയർമെന്റ് വായിക്കുക. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഈസിയാണ്, നമുക്ക് കോൺഫിഡൻസ് ഉള്ള ടോപ്പിക് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സമയമില്ലാതെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഓക്കെ, എന്ത് ചെയ്യാം? യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഒന്നും പറ്റത്തില്ല, അല്ലെ? മാക്സിമം പോയാൽ എത്ര മാർക്സേ പോകുള്ളൂ? 2 മാർക്സേ പോകുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്ക് അറിയാത്ത ഒരു ടോപ്പിക്ക് കണ്ട് അതിനെപ്പറ്റി കുറെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന മാർക്സ് പോലും നമ്മൾ എന്ത് ചെയ്യില്ല? നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്? ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലാഗ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ നേരെ സ്കിപ്പ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോവാണോ? അല്ല, കൃത്യമായിട്ട് ഫ്ലാഗ് ചെയ്യണം. ഫ്ലാഗ് ചെയ്ത് വെച്ചാൽ എന്താ ബെനിഫിറ്റ്സ്? എന്താ? നിങ്ങൾ നാവിഗേറ്റർ എന്ന് പറയുന്ന എക്സാം വിൻഡോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഇല്ലേ? ബോട്ടം ലെഫ്റ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, നാവിഗേറ്റർ എന്ന് പറഞ്ഞാൽ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. അപ്പൊ ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹൈലൈറ്റഡ് ഇൻ റെഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Okay, a company has 31st December as its accounting year end. On 1st January 2015, a new machine costing 2 lakh is purchased. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്? സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാണ്, അല്ലെ? ഞാൻ എന്താ ചെയ്യാവുള്ളൂ? ഇഫ് ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആദ്യം റിക്വയർമെന്റ് വായിക്കണ്ടേ? യെസ്, ഇഫ് ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് 15% per year, വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ടാക്സ് സേവിംഗ് ഫ്രം ദ ടാക്സ് അലോവബിൾ ഡിപ്രീസിയേഷൻ? കണ്ടോ, ഞാൻ അല്ലെങ്കിൽ ഇതിപ്പോ മൊത്തം NPV-ക്കുള്ള ഫുൾ ഡാറ്റ എഴുതി വെച്ചേനെ. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ടാക്സ് സേവിംഗ്സ് ഫ്രം ദ ടാക്സ് അലോവബിൾ ഡിപ്രീസിയേഷൻ? നിങ്ങൾ ഒരു അസറ്റ് മേടിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എത്രയൊക്കെയോ ടാക്സ് അലോവബിൾ ഡിപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് സേവിങ്സ് എത്രയാണ്? അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? റിഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നേരെ T0, T1, T2 എന്ന് എഴുതുക. ആകെ എത്ര വർഷത്തെ കാര്യമാണ് പറയുന്നത്? കുറച്ച് വർഷത്തെ കാര്യം പറയുന്നുള്ളൂ, അല്ലേ? നമുക്ക് ഒന്നെങ്കിൽ സ്ക്രാച്ച് പാഡിൽ തന്നെ നമുക്ക് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നാവിഗേറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സൽ ഷീറ്റ് വെച്ചിട്ടാണ് മിക്കവാറും ശീലിച്ചിട്ടുണ്ടാവുക, അല്ലെ? ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺ 1st January 2015, എ ന്യൂ മെഷീൻ കോസ്റ്റിംഗ്. അതിന്റെ കോസ്റ്റ് എത്രയാണ്? 2000. ഓക്കെ, 2000 ആണ് അതിന്റെ കോസ്റ്റ്. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ 2000 ആണ്. ഓക്കെ, T0. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദി കമ്പനി എക്സ്പെക്ട്സ് ടു സെൽ ദ മെഷീൻ ഓൺ 31st December 2016 ഫോർ 3,50,000.
ഓക്കെ 350ക്ക് ഇത് എന്ത് ചെയ്യണം 30 എന്ന് പറയുന്നത് എന്നായിരുന്നു 1st January 2015 ആണ് അല്ലെ സോ 16 17 18 19 20 എന്നൊക്കെ പറയാണ് അത്രയും ഡേയ്സ് ഒക്കെ പോണോ വേണ്ട 31st December 2016 ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ T0 എന്ന് പറയുന്നത് സപ്പോസ് 2015 ആണോ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ ഒന്ന് T0 എന്ന് പഠിച്ചിട്ടുണ്ട് ഇത് 2015 ആണോ 2016 ആണോ 2015 ആണോ ഇത് 2015 ആണോ അല്ല മനസ്സിലാക്കി വെക്കണം ചെറിയ മിസ്റ്റേക്സ് ആണ് വളരെ ചെറിയ മിസ്റ്റേക്സ് ആണ് ഓൺ 1st January 2015 എ ന്യൂ മെഷീൻ കോസ്റ്റിംഗ് 2000 ഈസ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇതെന്താണ് ഇതെന്റെ 2014 ആണ് ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാഷ് ഫ്ലോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ എപ്പോ വരണം തൊട്ട് മുമ്പത്തെ ഇതിൽ വരണം സിമ്പിൾ സാധനമാണ് മറന്നുപോലെ ഓക്കെ തൊട്ടിപ്പുറത്ത് ഞാൻ എഴുതുന്നു 2015 എഴുതുന്നു ഇവിടെയാണ് എനിക്ക് എന്ത് വരിക 2016 വരിക വിച്ച് മീൻസ് T1 കഴിയുന്നു T2 വരുന്നുണ്ട് ഫൈൻ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളാണ് തെറ്റിപ്പോലെ ഓക്കെ ദി കമ്പനി എക്സ്പെക്ട്സ് ടു സെൽ എ മെഷീൻ ഓൺ 31st December ഇത് പിന്നെ ഇയർ എൻഡിലാണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഓക്കെ ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര എഴുതാം 350,000 ആണ് ഓക്കെ ദിസ് ഈസ് -2000 ഓക്കെ ഫൈൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ അടുത്തത് ദ റേറ്റ് ഓഫ് കോർപ്പറേഷൻ ടാക്സ് ഫോർ ദ കമ്പനി ഇസ് 30% ഓക്കെ ആൻഡ് ദ ടാക്സ് ഇസ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻക്വേർഡ് ഓക്കെ ടാക്സ് എത്രയാണ് 30% ആണ് മനസ്സിൽ വെച്ചാൽ മതി പിന്നെ പറയുന്നുണ്ട് ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് 25% ഓൺ റിഡ്യൂസിംഗ് ബാലൻസ് ബേസിസ് ആൻഡ് എ ബാലൻസിംഗ് അലവൻസ് ഈസ് അവൈലബിൾ ഓൺ ഡിസ്പോസൽ ഓഫ് ദി അസറ്റ് ദി കമ്പനി മേക്സ് സഫിഷ്യന്റ് പ്രോഫിറ്റ്സ് ടു ഒബ്റ്റൈൻ റിലീഫ് ഫോർ ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ ആസ് സൂൺ ആസ് ദേ അറൈസ് ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ പറയുന്ന കാര്യം എന്താണ് ടാക്സ് ഇസ് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ടാക്സ് അറിയേഴ്സിലാണോ അല്ല ഓക്കെ ടാക്സ് അറിയേഴ്സിലാണോ ശ്രദ്ധിക്കേണ്ട കാര്യം ടാക്സേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടാക്സ് അറിയേഴ്സിലാണോ അല്ലയോ അല്ല ഇതിപ്പോ ടാക്സ് അറിയേഴ്സിലാണോ അല്ല ആ വർഷം തന്നെയാണ് വേണ്ടത് പിന്നെ ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ റിഡ്യൂസിംഗ് ബാലൻസ് ആണോ ഇതിപ്പം റിഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് ആണ് ഓക്കെ ഞാൻ ഇനി എന്റെ ഡിപ്രീസിയേഷൻ ഞാൻ എഴുതി വെക്കുകയാണ് അല്ലെ ഫസ്റ്റ് ഇയറിൽ 2000 ആണ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടാക്സ് സേവിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഓക്കെ സെക്കൻഡ് ഇയറിൽ പിന്നെ എന്താണ് 1500 വരും 1500 നിന്ന് സ്ക്രാപ്പ് വാല്യൂ നേരെ കുറച്ചാൽ മതി നിങ്ങൾക്ക് എത്ര വരും നിങ്ങളുടെ ലോസ് ആയിട്ട് എത്ര വരും 1150 വരും യെസ് -1150 വരും 1150 വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാലൻസിങ് അലവൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ 0.3% അല്ലെ ഈസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു 0.3 കുഴപ്പമൊന്നുമില്ലല്ലോ എത്ര വരും ടോട്ടൽ 495 വരും കുഴപ്പമൊന്നുമില്ലല്ലോ ഇതാണോ ആൻസർ ഇതിൽ നമ്മുടെ ആൻസർ ആയോ ഇത്രയല്ലേ ടോട്ടൽ ടാക്സ് സേവിങ് ഇത്രയല്ലേ വരാനുള്ളൂ ഇതാണോ നമ്മുടെ ആൻസർ അല്ല ഓക്കെ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രസന്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം ഓക്കെ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രസന്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ ആൻസർ കിട്ടുള്ളൂ